ഒരു വലിയ ഹിസ്റ്റോറിയൻ എന്ന നിലയിലല്ല, മതചരിത്രം പഠിക്കുന്ന അന്വേഷിക്കുന്ന ഒരാളുടെ നിലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിൻ എന്താണ് എന്നുള്ളൊരു അന്വേഷണം നടത്താൻ ശ്രമിച്ചത്. കേരളത്തിലെ ചരിത്രത്തെ സംബന്ധിച്ചോളം ഹിസ്റ്റോറിയൻസിന് ഏതാണ്ട് ഒരു 9th സെഞ്ചുറി മുതലേ തെളിവുകൾ ഉള്ളൂ എന്നാണ് അവർ പറയാറുള്ളത്. 9th സെഞ്ചുറിയിൽ കൊല്ലത്ത് പെരുസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്സ് കണ്ടെത്തിയ ഒരു കാലം മുതൽ, പെരുസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിരുന്നു. കാരണം അവിടുത്തെ ഒരു രാജാവ്, അയ്യനടികൾ എന്നൊരു രാജാവ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ നേതാക്കൾക്ക് ഒരു പള്ളി വെക്കാനുള്ള അനുവാദം കൊടുക്കുകയും അതിനുള്ള സ്ഥലം നൽകുകയും അതിനുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദാനപത്രമാണത്. അത് 9th സെഞ്ചുറിയിലാണ്. അത് ക്രിസ്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അപ്പൊ അതിനു മുമ്പുള്ള ചരിത്രം ഏതാണ്ട് ഇരുട്ടിത്തപ്പുന്ന ഒരു അവസ്ഥയിലാണ്. ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ളൊരു അവസ്ഥയിലാണ്. അപ്പൊ അതിനു മുമ്പുള്ള കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അന്നത്തെ മതം എന്തായിരുന്നു, അന്ന് ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു, അപ്പൊ നമുക്കിതൊന്ന് കുറെയൊക്കെ ഭാവനയിലാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഒരു ചരിത്രകാരന്മാരൊക്കെ നിരീക്ഷിക്കുന്നത് പോലെ വളരെ കാട് പിടിച്ച ഫോറസ്റ്റ് നിറയെ ഒരു 80% ഭൂമിയും ഫോറസ്റ്റ് ആയിരുന്ന, ഒരു ഭാഗത്ത് സമുദ്രവും ഓഷ്യനും മറ്റൊരു ഭാഗത്ത് പിന്നെ വലിയ മലനിരകളും ഒക്കെ ഉണ്ടായിരുന്ന, റോഡുകൾക്ക് പകരം ഇങ്ങനെ ഈ നെടുകയും കുറുകെയുള്ള പുഴകൾ ഉണ്ടായിരുന്ന, വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയുള്ള സെറ്റിൽമെന്റ്സും പിന്നെ ഈ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ പട്ടണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ പഴയ കാലത്തെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ജനങ്ങൾ ഏത് മതത്തിലാണെന്ന് വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ചെറിയ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു രീതിയിലേക്ക് ഹിസ്റ്റോറിയൻസ് നടത്തിയിട്ടില്ല. ഇപ്പൊ ഇളംകുളം കുഞ്ഞനും പിള്ളയെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ആണ് ഈ ആ കാലത്തിലെ മതം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയ ചില അന്വേഷണങ്ങൾ നടത്തുന്നു. അപ്പൊ അദ്ദേഹം പഴയ ചില ലിറ്ററേച്ചറുകളിലേക്ക് ഒരു പിൻബലത്തിൽ അന്നുണ്ടായിരുന്ന ആ ഫസ്റ്റ് സെഞ്ചുറികളിൽ കേരളത്തിലുണ്ടായിരുന്ന മതം, ഒന്ന് ദ്രവീഡിയൻ ട്രഡീഷനിൽ ഉണ്ടായിരുന്ന ഒരു മതം, അത് കൊറ്റവൈ എന്നൊക്കെ പറയുന്ന ചില ദേവന്മാരെ ആരാധിക്കുന്ന ഒരു മതം, അതോടൊപ്പം തന്നെ കല്ലിലും മണ്ണിലും മരത്തിലും നദിയിലും പിന്നെ മലയിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന, അതോടൊപ്പം തന്നെ തങ്ങളുടെ പൂർവികരെ ദൈവമായി ആരാധിക്കുന്ന ഒരു ട്രവീഡിയൻ ട്രഡീഷനിലുള്ള ഒരു ദൈവസങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ജൈന ബുദ്ധ മതങ്ങൾ ഇവിടെ വേരുറപ്പിക്കുകയും അവരുടെ ശക്തമായ സ്വാധീനം ആദ്യ ഫസ്റ്റ് സെഞ്ചുറികളിൽ ഉണ്ടായി എന്നുമാണ് ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പറ്റി പോലെയുള്ള ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ആ സമയത്ത് കേരളത്തിൽ ക്രിസ്ത്യൻസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിരീക്ഷണം ചരിത്രകാരന്മാർക്ക് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് സെഞ്ചുറി മുതൽ കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് സെന്റ് തോമസ് ട്രഡീഷൻ, സെന്റ് തോമസ് ഇവിടെ എത്തി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ഒരു വിശ്വാസമാണ്. സെന്റ് തോമസ് എന്ന് പറയുമ്പോൾ സുറിയൻ നസ്രാണി ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു പേട്രൺ സെയിന്റ് എന്ന് പറയാം. അതിനപ്പുറത്ത് അവരുടെ ഹിസ്റ്ററിയെയും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ പ്രതീകമാണ് ഈ വലിയ സമൂഹത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഐക്കണാണ് സെന്റ് തോമസ് എന്ന് പറയുന്നത്. ആ സെന്റ് തോമസ് ട്രഡീഷൻ ഒരു വളരെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി നമ്മളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ സെന്റ് തോമസ് ട്രഡീഷൻ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. അവരിൽ പലരും ഈ കഥകളൊക്കെ തന്നെ ഒരു നുണക്കഥകളാണെന്ന് പറയുന്ന ആളുകളാണ്.
കാരണം അത് അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട് അത് പറയുന്നത്. ഒരു വിഭാഗം ലറ്റിൻ കത്തോലിക്ക വിഭാഗക്കാരുടെ കാഴ്ചപ്പാട് ഏതാണ്ട് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒരു കാസ്റ്റ് ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള അവരുടെ സ്ട്രഗിളിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് ഇത്തരം ഈ പഴയ സുറിയാനി ട്രഡീഷനിലുള്ള കഥകളെ അവർ നിഷേധിക്കുന്നത്. അപ്പൊ അവര് ഈ സെന്റ് തോമസ് വന്നു എന്നുള്ള കഥകൾ അവർ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവർ പങ്കിടാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ജ്ഞാനായ ട്രഡീഷനിലുള്ളവർ അത് മറ്റൊരു കാരണങ്ങൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത്, അത് സെന്റ് തോമസ് ട്രഡീഷൻ പങ്കുവെക്കാൻ തയ്യാറല്ലാത്തത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം ക്രൈസ്തവ വിഭാഗങ്ങളൊന്നും സെന്റ് തോമസ് ട്രഡീഷനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഈ സെന്റ് തോമസ് ട്രഡീഷൻ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങൾ ഒരു സുറിയാനി നസ്രാണി ട്രഡീഷൻ പറയുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് സെന്റ് തോമസ് ട്രഡീഷൻ ഇന്നും അവരുടെ ഒരു പ്രധാന വിശ്വാസമായി കൊണ്ട് നടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ സെന്റ് തോമസ് AD 52 കൊടുങ്ങല്ലൂരില് മല്യങ്കരയില് ഒരു ബോട്ടിൽ ഇങ്ങനെ വന്നിറങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരമ്പര്യപരമായിട്ടുള്ള ഒരു വിശ്വാസം. പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സെന്റ് തോമസ് വന്നു എന്നുള്ള ആ ട്രഡീഷൻ ഇവിടെ വളരെ ശക്തമായിരുന്നു. കാരണം മാർക്കോപോളയെ പോലുള്ള പിന്നെ യാത്രികർ 13th സെഞ്ചുറിയിൽ തന്നെ ഏതാണ്ട് സെന്റ് തോമസ് ട്രഡീഷൻ ഇവിടെ ശക്തമായിരുന്നു, അങ്ങനൊരു വിശ്വാസം ഇവിടെ ശക്തമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ വളരെ സംശയാലുവായ ഒരാളായിരുന്നു സെന്റ് തോമസ്. അപ്പോൾ പിന്നെ മുറിപ്പാടിൽ കൈ തൊട്ട് മാത്രമേ വിശ്വസിച്ച ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ 12 ശിഷ്യന്മാര് യേശുവിന്റെ 12 ശിഷ്യന്മാര് യേശുവിന്റെ ഈ മരണത്തിന് ശേഷം, കുരിശ് മരണത്തിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ബൈബിളിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നീട് കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവരെ സംബന്ധിച്ചുള്ള ട്രഡീഷൻസ് പല സ്ഥലങ്ങളിൽ രൂപം കൊള്ളുകയാണ്. ഇവരുടെ മിഷണറി യാത്രകൾ പിന്നെ എങ്ങോട്ടായിരുന്നു, അവരുടെ അന്ത്യകാലം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് മരിച്ചതെന്നതിനെ സംബന്ധിച്ചുള്ള പല രീതിയിലുള്ള ട്രഡീഷൻസ് പിന്നീടാണ് രൂപം കൊള്ളുന്നത്. ഇപ്പൊ പത്രോസിനെ സംബന്ധിച്ചോളം പത്രോസ് റോമിൽ പോയി അവിടെ രക്തസാക്ഷിയായി എന്നുള്ള ഒരു ട്രഡീഷണൽ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ശരിക്കും ഒരു മാർപ്പാപ്പയുടെ അധികാരം നിലനിൽക്കുന്നത്. അപ്പം ആദ്യത്തെ മാർപ്പാപ്പ പത്രോസാണെന്നാണ് അവർ സങ്കല്പിക്കുന്നത് കത്തോലിക്ക സഭ. മാത്രമല്ല പത്രോസിന്റെ മൃതദേഹം അവിടെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പവും ആ ഒരു വിശ്വാസപരമായ പിൻബലത്തിലാണ് ഒരു പേപ്പൽ അധികാരം നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിവിധ മതങ്ങളുടെ രാഷ്ട്രീയ പിന്നെ കാഴ്ചപ്പാട് അവരുടെ നിലനിൽപ്പിന്റെ വലിയൊരു പ്രധാന ആധാരമായിട്ട് ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുമെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട് ഇത് തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പൊ പത്രോസ് അവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച്, പത്രോസ് അവിടെ രക്തസാക്ഷിയായി എന്നതിനെ സംബന്ധിച്ച് ഹിസ്റ്ററിയിൽ യാതൊരു എവിഡൻസും ഇല്ല. അപ്പൊ സെന്റ് തോമസിനെ സംബന്ധിച്ചുള്ള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ സെന്റ് തോമസ് സുവിശേഷം അറിയിക്കാൻ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പൊ എഡേസയിലാണ് ഈ ഒരു പുരാതന ഒരു ഏൻഷ്യന്റ് സിറ്റിയായ എഡേസയിലാണ് ഈ ഒരു ട്രഡീഷൻ വിശ്വാസം ആദ്യം രൂപം കൊള്ളുന്നത്. അപ്പൊ അത് ആക്ട്സ് ഓഫ് തോമസ് എന്നുള്ളൊരു പുസ്തകം, അത് അപ്പോക്രിഫ രചനയാണ്. ഈ പുസ്തകത്തിലാണ് സെന്റ് തോമസിന്റെ ഈ ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളൊരു ട്രഡീഷൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. അത് ഏതാണ്ട് ഒരു 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ഗൊണ്ടോഫോറസ് എന്ന രാജാവിന്റെ രാജ്യത്തെത്തി ആ രാജ്യത്തെ രാജാവിനെയും ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ക്രിസ്ത്യാനികളാക്കി മാറ്റി എന്നുള്ളൊരു കഥയാണ് ആക്ട്സ് ഓഫ് തോമസിന്റെ ഒരു പ്രധാന പ്രമേയം. അപ്പൊ അത് വളരെ വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് ആ കഥ ആ പുസ്തകത്തിൽ രചിച്ചിട്ടുള്ളത്. വളരെ രസമുള്ള ഒരു കഥയാണ്. അപ്പൊ ഇങ്ങനെ ജെറുസലേമിലെ മാർക്കറ്റിൽ യേശു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഗൊണ്ടോഫോറസിന്റെ പ്രതിനിധിയായ ഒരു വ്യാപാരി അവിടെ എത്തി. അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ലൊരു ആശാരിയെ വേണം, രാജാവിന് കൊട്ടാരം പണിയാനായിട്ട് അതിന് നേതൃത്വം നൽകാനുള്ള ഒരാളെ ആവശ്യമുണ്ട്. അപ്പൊ യേശു ചൂണ്ടിക്കാണിച്ച് തോമസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇദ്ദേഹം അതിന് പറ്റിയ ഒരാളാണ്, ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വില കൊടുത്ത് തോമസിനുള്ള വില അവിടെ കൊടുത്തിട്ട് സെന്റ് തോമസിനെയും കൊണ്ട്
പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, കൊണ്ടോഫറസ് രാജാവിൻ്റെ രാജ്യത്തേക്ക് പോയി. രാജാവ് വലിയൊരു കൊട്ടാരം പണിയാനുള്ള പൈസ സെന്റ് തോമസിനെ ഏൽപ്പിച്ചു. സെന്റ് തോമസ് പക്ഷെ ആ പൈസ മുഴുവൻ എടുത്ത് ദരിദ്രർക്ക് കൊടുത്തു. കൊട്ടാരമൊന്നും പണിതില്ല, ആവശ്യമുള്ളവർക്കെല്ലാം ആ പൈസ വീതിച്ചു കൊടുത്തു. ഇത് അറിഞ്ഞ് ക്ഷുഭിതനായ രാജാവ് സെന്റ് തോമസിനെ ജയിലിൽ അടയ്ക്കുകയും അതിനുശേഷം രാജാവിൻ്റെ ഒരു ബ്രദർ മരിച്ചുപോയി. ആ മരിച്ചുപോയ ബ്രദർ സ്വർഗത്തിൽ ചെന്ന ശേഷം വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ അവസരത്തിൽ ആ ബ്രദർ പറഞ്ഞു, സ്വർഗത്തിൽ ഈ കൊണ്ടോഫറസ് രാജാവിന് വേണ്ടി വലിയൊരു കൊട്ടാരം പണിയുകയാണ്. കാരണം സെന്റ് തോമസ് ഇവിടെ കൊടുത്ത പൈസയുടെ ഒരു പ്രതിഫലം എന്ന നിലയിൽ സ്വർഗത്തില് കൊണ്ടോഫറസ് രാജാവിന് വേണ്ടി വലിയൊരു കൊട്ടാരം പണിയുകയാണ്. അപ്പൊ ഇതറിഞ്ഞ രാജാവ് സന്തുഷ്ടനായിട്ട് സെന്റ് തോമസിനെ ജയിൽ വിമോചനാക്കുകയും രാജാവും ആ രാജ്യത്തെ മുഴുവൻ പ്രജകളും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആക്ട്സ് ഓഫ് തോമസിലെ ഒരു പ്രധാന കഥ. ഈ കൊണ്ടോഫറസ് രാജാവ് ഒരു ഹിസ്റ്റോറിക്കൽ കഥാപാത്രമാണെന്നുള്ള രീതിയിൽ ആരും അന്ന് കരുതിയിരുന്നില്ല. കാരണം ഇതൊരു കഥ മാത്രമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഈ വളരെ റീസെന്റ് ആയിട്ടുള്ള ചില വർഷങ്ങളിൽ ഈ കൊണ്ടോഫറസ് രാജാവ് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയുണ്ടായി. ഗ്രീക്കോ ബാക്ട്രിയൻ രാജാവ് അഫ്ഗാനിസ്ഥാനടുത്തുള്ള തക്ഷശില എന്ന സ്ഥലത്ത് ഒരു ഗ്രീക്കോ ബാക്ട്രിയൻ രാജാവാണെന്നുള്ളത് പിന്നീട് തെളിയുകയും ഈ രാജാവിന്റെ ധാരാളം കോയിൻസ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ യെരുശലേമിൽ നിന്ന് കരവഴി സിറിയയിലേക്കും അവിടെ നിന്ന് ഗാന്ധാരം എന്നറിയപ്പെട്ട അഫ്ഗാൻ പ്രദേശങ്ങളിലേക്കും പോകാൻ വളരെ എളുപ്പമാണ്. അതാണ് സെന്റ് തോമസ് സ്വീകരിച്ചിരിക്കാവുന്ന മാർഗമെന്നാണ് MGS നാരായണനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ സെന്റ് തോമസ് ട്രഡീഷൻ എടേസയിലൊക്കെ രൂപം കൊണ്ട് ഈ സെന്റ് തോമസ് ട്രഡീഷന്റെ കഥകളും അതിന്റെ വിശ്വാസങ്ങളും പങ്കുവെക്കുന്ന ആരെങ്കിലുമൊക്കെ കേരളത്തിലെത്തുകയും ആ വിശ്വാസം ഇവിടെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുവിൽ ഹിസ്റ്റോറിയൻസ് നിരീക്ഷിക്കാറുള്ള ഒരു കാര്യം. സെന്റ് തോമസ് ഇവിടെ എത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണങ്ങളും വലിയ ലിറ്റററി എവിഡൻസ് തിരക്കിലും ഒക്കെ പല രീതിയിൽ വ്യാപകമായി നടന്നിട്ടും ഇതുവരെയും സെന്റ് തോമസ് ഇവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എവിഡൻസും ആർക്കും ലഭിച്ചിട്ടില്ല. സെന്റ് തോമസ് രക്തസാക്ഷിയായി എന്ന് പറയുന്ന സെന്റ് തോമസ് മൗണ്ടിൽ, ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ടിൽ നടത്തിയ എക്സ്കവേഷനിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളും ലഭിക്കുകയുണ്ടായില്ല. അപ്പൊ അത് നമുക്ക് ഒരു ചരിത്രമായി അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് കൈമാറി ലഭിച്ചിട്ടുള്ള സെന്റ് തോമസ് സ്റ്റോറി, അതിന്റെ നറേഷൻ, അത് ശരിക്കും ഒരു ശുദ്ധമായ നുണ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ഏതാണ്ട് ഒരു ആബ്സല്യൂട്ടായിട്ടുള്ള നോൺസെൻസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ സ്റ്റോറിയുടെ ആ നറേഷന്റെ എല്ലാ ലെയറുകളിലും കാലത്തിന് ചേരാത്ത വളരെ പെട്ടെന്ന് പ്രകടമായി തന്നെ മനസ്സിലാകാവുന്ന നുണകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ് ആ നറേഷൻ. അതിന് ആദ്യത്തെ തന്നെ ബ്രാഹ്മണ കുടുംബങ്ങളെ സെന്റ് തോമസ് മതം മാറ്റി എന്നുള്ള കഥ തന്നെ. ഇപ്പം ശങ്കരിപുരി, കളിയങ്കാവ്, മുത്തടൻ അങ്ങനെ തുടങ്ങുന്ന 32 ബ്രാഹ്മണ കുടുംബങ്ങളെ, പകലമറ്റ ഉൾപ്പെടെ 32 ബ്രാഹ്മണ കുടുംബങ്ങളെ മതം മാറ്റിയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആരംഭിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയുടെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ അബദ്ധം നിറഞ്ഞ ഒന്നാണെന്നാണ് ഇപ്പൊ പൊതുവിൽ കരുതപ്പെടുന്നത്. കാരണം കേരളത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഹിസ്റ്റോറിയൻസ് ഇന്ന് വളരെ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഏതെങ്കിലും ഒരു ബ്രാഹ്മണർ എവിടെന്നെങ്കിലും അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളത് അല്ല പ്രശ്നം. മറിച്ച് ഒരു ബ്രാഹ്മൺ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് 8-9 നൂറ്റാണ്ടുകളിലാണ്. ഇപ്പൊ നമ്പൂതിരിമാരാകുന്നത് അവർ കേരളീയരാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു ബ്രാഹ്മൺ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് 8-9 നൂറ്റാണ്ടുകളിലാണെന്നാണ് പൊതുവിൽ ചരിത്രകാരന്മാർ ഇപ്പോൾ എത്തിയിട്ടുള്ള ഒരു നിഗമനം. മാത്രമല്ല, ഒരു കാസ്റ്റ് ഹൈറാർക്കിയിൽ അവർ വളരെ ഡോമിനന്റ് ആയിട്ട് ഒരു പ്ലേസിലേക്ക് എത്തുന്നത് പിന്നെയും ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു കാസ്റ്റ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ
ബ്രാഹ്മണരെ മാറ്റി എന്നുള്ള ഈ കഥ ഏതാണ്ട് ഒരു ലേറ്റർ പീരീഡിൽ, ചിലപ്പോൾ ഒരു 12ാം നൂറ്റാണ്ടിലോ 12th സെഞ്ചുറിയിലോ 13th സെഞ്ചുറിയിലോ ഒക്കെ ആഡ് ചെയ്യപ്പെട്ട ഒരു കഥയായിട്ട് മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരു കാസ്റ്റ് പ്രൈഡ്, ഞങ്ങൾ ബ്രാഹ്മണ ട്രഡീഷനിൽ വന്നതെന്നും അറിയിക്കാൻ വേണ്ടി. പക്ഷെ ബ്രാഹ്മണർ ഒരു ഡോമിനന്റ് ക്ലാസ് ആയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു ബോധം ഉണ്ടാകൂ. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതൊരു ഒരു കള്ളക്കഥയായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. സെന്റ് തോമസ് മാലിയങ്കരയിൽ ഒരു ബോട്ടിൽ വന്ന് ഇറങ്ങുന്നത് കയ്യിലൊരു കുരിശും പിടിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൊടുങ്ങല്ലൂര് ഈ മാലിയങ്കരയിലെ ഈ സെന്റ് തോമസ് വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കൽ പോവുകയുണ്ടായി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ പള്ളിയിൽ ഒരു കത്തോലിക്ക പള്ളി, അതിന്റെ സ്മാരകമായിട്ടുള്ള ഒരു കത്തോലിക്ക പള്ളി, അവിടെ ഒരു പുരോഹിതന്, ഒരു വൃദ്ധനായ പുരോഹിതൻ. അപ്പൊ അതിന്റെ നമുക്ക് അവിടെ സമുദ്രം കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സെന്റ് തോമസ് വരുന്ന ആ വഴിയൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ ഇങ്ങനെ കൈകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സിനിമയിൽ കാണുന്നത് പോലെ സെന്റ് തോമസ് ഇങ്ങനെ വരുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ ഈ ട്രഡീഷൻ വിശ്വസിക്കുന്നവരെല്ലാം നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ചിത്രം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ ഈ കുരിശ് ഒരു പ്രശ്നമാണ്. കുരിശുമായിട്ടാണ് സെന്റ് തോമസ് എത്തിയിട്ടുള്ളത്. അതൊരു കാലം തെറ്റിയ ഒരു കാഴ്ചപ്പാടാണ്. കാരണം വെച്ചാൽ അന്ന് ഫസ്റ്റ് സെഞ്ചുറികളിലൊന്നും തന്നെ കുരിശ് ക്രിസ്ത്യാനികളുടെ ഒരു സിമ്പൽ ആയിരുന്നില്ല. മറിച്ച് അവരൊരു നിന്ദാസൂചകമായിട്ടാണ് കുരിശിനെ കണ്ടിരുന്നത്. കുരിശിനെ ഒരു ക്രിസ്ത്യാനിയും ഏതാണ്ട് ഒരു 4ാം നൂറ്റാണ്ട് വരെയൊക്കെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയും തങ്ങളുടെ ഒരു പ്രതീകമായി കാണുകയുണ്ടായില്ല. വളരെ വെറുപ്പോടുകൂടിയാണ് അവർ കണ്ടത്. പകരം ക്രിസ്ത്യൻസിന്റെ സിമ്പലായിരുന്ന ഒരു ഫിഷിന്റെ രൂപമാണ്. ഈ ഫിഷിന്റെ രൂപം ക്രിസ്ത്യൻസിന്റെ സിമ്പലായി ആദ്യ നൂറ്റാണ്ടിൽ കൊണ്ട് നടക്കുന്നതിന് ചിലപ്പം ചില കാരണങ്ങളുണ്ടാകും. കാരണം പീഡനത്തിന്റെയൊക്കെ ഒരു കാലത്ത് 2 ക്രിസ്ത്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഈ സിമ്പൽ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു ഫിഷിന്റെ രൂപം പിടിച്ചാണ് സെന്റ് തോമസ് വന്നിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സാങ്കത്യം തോന്നുമായിരുന്നു. പക്ഷെ ഈ സെന്റ് തോമസ് കുരിശുകൾ പിന്നെയും കേരള ചരിത്രത്തിൽ ഇങ്ങനെ പലതവണ ആവർത്തിച്ചു. നിലയ്ക്കല് സെന്റ് തോമസ് കുരിശ് കണ്ടെന്നുള്ള പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ കോട്ടയത്തെ ചില പള്ളികളിൽ സെന്റ് തോമസ് കുരിശുകളുണ്ട്. ഇതെല്ലാം സെന്റ് തോമസ് കൊണ്ടുവന്ന കുരിശ് എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പം പുരാവസ്തു ഗവേഷകർ പിന്നെ വളരെ ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള പഠനത്തോടുകൂടി അവർ പറയുന്നത് ഇത് പേർഷ്യയിൽ നിന്ന് വന്ന കുരിശുകളാണെന്നുള്ളതാണ്. കാരണം പഹ്ലവി ലിപിയിലുള്ള എഴുത്താണ് അതിലുള്ളത്. അതൊരു ഏൻഷ്യന്റ് പേർഷ്യൻ ആൽഫബറ്റ്സ് ആണത്. അത് വായിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് ഇതുവരെ ഡെസിഫർ ചെയ്യാത്തത് കൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പേർഷ്യൻ കുരിശാണ് എന്നെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ധാരണയിലേക്ക് ഗവേഷകർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ കുരിശ് തന്നെ ആയിരുന്നില്ല, മാണിക്കേയൻ എന്ന് പറഞ്ഞ മതത്തിന്റെ കുരിശായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോ രൂപം കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട്. കാരണം 3, 4 സെഞ്ചുറി, 3rd, 4th സെഞ്ചുറികളിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന മതമായിരുന്നു മാണിക്കേയന്മാർ. പേർഷ്യയിൽ നിന്ന് വന്നൊരു മാണിക്കേയന്മാർ. അവരുടെ സിമ്പല് കുരിശ് ക്രോസ് ആയിരുന്നു. ക്രോസ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഈ മാണിക്കേയൻ മതക്കാരാണ്. മാണി എന്ന് പറയുന്നത് പേർഷ്യയിലെ ഒരു ദൈവാവതാരമാണെന്ന് സ്വയം അവകാശപ്പെട്ട, പല ട്രഡീഷനിലുള്ള മതത്തിന്റെ ആശയങ്ങളെ സമ്മേളിപ്പിച്ചുകൊണ്ട്, യൂത ട്രഡീഷനിലെയും ക്രിസ്ത്യൻ ട്രഡീഷനിലെയും ഹിന്ദു ട്രഡീഷനിലെയൊക്കെ പല ആശയങ്ങളെ സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തിയോളജി അവതരിപ്പിച്ച ഒരു ആളാണ് ഈ മാണി. അപ്പോൾ മാണിക്കേയൻ മതക്കാർ പറയുന്നത്, അവരുടെ ഒരു തിയറി, യേശുവിന് ചെയ്യാൻ കഴിയാത്ത കുരിശിലെ മരണം മാണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കഥയനുസരിച്ച് യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, പക്ഷെ പിന്നീട് അവിടുന്ന് രക്ഷപ്പെട്ട് പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ആ ക്രൂശ് മരണം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഹിസ്റ്ററിയിൽ ആ ക്രൂശ് മരണം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് മാണി എന്ന ദൈവം അവതരിച്ചത് എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ മാണിക്കേയൻ മതക്കാരുടെ പള്ളികൾ ധാരാളം 3rd സെഞ്ചുറിയിലും 4th സെഞ്ചുറിയിലും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അവരുടെ പുരോഹിതരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പുരോഹിതരുടെ വേഷം പോലത്തെയുള്ള വെള്ള കുപ്പായമായിരുന്നു.
അവര് കുരിശ് വളരെ ധാരാളമായിട്ട് അവരുടെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ ഈ സെന്റ് തോമസ് കുരിശ് എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടുള്ളതെല്ലാം ഈ മാണിക്കയം കുരിശായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പണ്ടത്തെ ഈ പിന്നെ വളരെ മാന്ത്രികനായ കടമറ്റത്ത് കത്തനാര് ഒരു മാണിക്കയൻ പുരോഹിതനായിരുന്നു എന്നൊരു കാഴ്ചപ്പാട് ചിലർ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പൊ കുരിശിനെ കാണിച്ച് പ്രേതത്തെ ഓടിക്കുന്ന ഒരു വളരെ ശക്തനായ ഒരു മജീഷ്യനായി കടമറ്റത്ത് കത്തനാര് ഈ മാണിക്കയൻ ട്രഡീഷനിലുള്ള ഒരാളായിട്ടാണ് കരുതുന്നത്. അപ്പം ഈ കുരിശിനുള്ള ഈ പവർ അങ്ങനെ ചരിത്രത്തിലൂടെ ഇങ്ങനെ സംഭവിച്ചു വന്ന അതിൻ്റെ ഒരു സ്പിരിച്വൽ പവറിൽ നമ്മൾ സങ്കല്പിച്ചെടുത്തതാണ്. അതിനുശേഷം ഈ സെന്റ് തോമസ് ഏഴരപ്പള്ളി ഉണ്ടാക്കിയ എന്നുള്ള സങ്കല്പത്തിലും വളരെ വലിയ തകരാറുകളുണ്ട്. ഏഴരപ്പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ ഏഴ് സ്ഥലങ്ങളിൽ ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പൊ പലരും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഏഴരപ്പള്ളി എന്ന് തന്നെയാണ് ആ ഒരു നറേഷനിൽ പറയുന്നത്. അന്ന് ലോകത്ത് ഒരു സ്ഥലത്തും പള്ളി ഉണ്ടായില്ല. ആദ്യത്തെ ക്രിസ്ത്യന്റെ പള്ളി ഉണ്ടാകുന്നത് തന്നെ ഒരു 4th സെഞ്ചുറിയിലാണ്. 16th സെഞ്ചുറിക്ക് മുമ്പ് കേരളത്തിൽ ഒരു പള്ളിയും ഉള്ളതായിട്ട് അതിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങളും ബാക്കി ഇല്ല. അപ്പൊ ഈ നറേഷൻ മുഴുവൻ ഒരു തെറ്റായ സങ്കല്പങ്ങളിൽ നിന്നുണ്ടായതാണെന്നുള്ളത് ഏതാണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്കത് പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഒരു നറേഷൻ തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ റോമിൽ നിന്ന് ധാരാളം പേര് കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ അവരിൽ യേശു വിശ്വാസം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയുള്ള യേശു വിശ്വാസികളായ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ആദ്യ സെഞ്ചുറികളിൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അന്വേഷണങ്ങളിലെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം. ഇതിനെപ്പറ്റി വളരെ പഠനങ്ങൾ ഈ കാത്തോലിക്ക സഭയിലൊക്കെയുള്ള വളരെ പുരോഹിതന്മാരൊക്കെ വളരെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ബെനഡിക്ട് വടക്കേക്കര എന്ന ഒരാള് ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നൊരു പുസ്തകം തന്നെ എഴുതി. അദ്ദേഹം റോമിന്റെ ഒക്കെ സഹായത്തോടുകൂടി വലിയ ഗവേഷണം നടത്തിയിട്ടാണ് സെന്റ് തോമസ് ട്രഡീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണമാണ് നടത്തിയത്. ഗ്രീക്ക്, ലാറ്റിൻ, സാൻസ്ക്രിറ്റ്, സിറിയക്ക്, തമിഴ് തുടങ്ങിയ ലാംഗ്വേജിലൊക്കെ ഉള്ള ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളും ആർക്കിയോളജിക്കൽ ലിറ്റററി ആയിട്ടുള്ള എവിഡൻസുകളും എല്ലാം പരിശോധിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഒരു തെളിവില്ല, സെന്റ് തോമസിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവില്ല. 3rd, 4th സെഞ്ചുറി വരെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനാൽ സെന്റ് തോമസ് ട്രഡീഷനെ ചരിത്രമായല്ല ഒരു നസ്രാണി ഐഡന്റിറ്റിയുടെ ഒരു ഐക്കണായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്തായാലും ആ ഒരു നറേഷനിലേക്ക് വന്നു ചേർന്ന കാസ്റ്റ് പ്രൈഡിന്റെ എലിമെന്റ്സ് എന്തായാലും ഒരു മോശപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് 4-ാം നൂറ്റാണ്ടിലൂടെ വന്നതായി പറയുന്ന ക്നാനായ തോമ AD 345 അദ്ദേഹം വന്നതിനെ സംബന്ധിച്ചോളം ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരെന്ന് പറയുന്ന ക്നാനായ വിഭാഗക്കാര് ഒരു ഗോത്രവിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് മറ്റു വിഭാഗക്കാരെ വിവാഹം കഴിക്കാതെ അവരുടേതായ ഒരു സങ്കല്പത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ 345 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ക്നാനായ തോമ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ അതിന്റെ മിത്തോളജിയിൽ ഇപ്പം അവസാനം പലരും പറയുന്ന ഇറാഖ് പ്രദേശത്ത് നിന്ന് ഇങ്ങനെ 72 മെസോപ്പൊട്ടോമിയൻ ക്രിസ്തീയ കുടുംബങ്ങളോടൊപ്പം വന്ന ഒരു വലിയ ക്രിസ്തീയ നേതാവായിരുന്നു എന്നുള്ള രീതിയിലാണ് ക്നാനായ സഭക്കാര് ഈ പഴയൊരു നമ്മുടെ പിതാമഹനെ കാണുന്നത്. പക്ഷെ അതിനും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല. ചേരമാൻ പെരുമാൾ ഒരു കോപ്പർ പ്ലേറ്റ് പുതിയ ചില അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഒരു കോപ്പർ പ്ലേറ്റ് നൽകി എന്നുള്ള ഇതിനെ സംബന്ധിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും അവകാശവാദങ്ങളും ഉണ്ടെങ്കിലും അതാരും ഒരാളും അത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ഉള്ളതായിട്ട് ആർക്കും വിശദീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ക്രിസ്തുമതത്തിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആദ്യ സൂചനകൾ എന്ന് മുതലാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അത് ആദ്യമായി ക്രിസ്തുമതം ഇവിടെ എത്തുന്നത് ക്രിസ്തുമതം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഒരു 6-ാം നൂറ്റാണ്ടിൽ കോസ്മോസ് എന്ന് പറഞ്ഞൊരു വ്യാപാരി നടത്തിയ ഒരു സഞ്ചാരത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലാണ്.
ഇതിനെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. ആ 6th സെഞ്ചുറിയിലാണ് ആദ്യമായി കേരളത്തിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തെ പറ്റിയുള്ളൊരു ഒരു സൂചന ലഭിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് AD 189 190, അതായത് സെക്കൻഡ് സെഞ്ചുറിയിൽ ഒരു പന്റേനസ് എന്ന് പറഞ്ഞൊരു മിഷണറി, അലക്സാണ്ട്രിയയിലെ അവിടുത്തെ ഒരു അധ്യാപകനായിരുന്ന പന്റേനസ് എന്നൊരു മിഷണറി കേരളത്തിലെത്തി എന്നുള്ളൊരു, അല്ല, ഇന്ത്യയിലെത്തി എന്നൊരു ഒരു 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 ചെറിയ സൂചന ആദ്യകാല സഭാപിതാക്കന്മാരായ യൂസിഫസും ജെറോമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു വ്യക്തതയില്ല, അത് എവിടെയാണ് വന്നത്, എങ്ങനെയാണ് വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയുമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്ന അന്ന് സങ്കല്പിച്ച രാജ്യം തന്നെ ഏതാണെന്നുള്ളതിനെ പറ്റി അറിയില്ല. അപ്പൊ അതുകൊണ്ടൊരു അത് തന്നെ ഏതെങ്കിലും ഒരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു പിന്നെ സൂചനയായിട്ട് ചരിത്രകാരന്മാർ സ്വീകരിക്കാതെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ വേഗമായിട്ടുള്ള ഒരു പരാമർശം മാത്രമാണ്. എന്നാൽ ഈ 6ാം നൂറ്റാണ്ടിൽ AD 535 മുതൽ 550 വരെ 6th സെഞ്ചുറിയിൽ ഈ കോസ്മോസ് നടത്തിയ ഒരു സഞ്ചാരം, കോസ്മോസ് സിലോണിൽ പിന്നെ ശ്രീലങ്കയിൽ ക്രിസ്തുമതം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് വളരുന്ന മാല എന്ന പ്രദേശത്തും ഇതാണ് സ്ഥിതി. കല്യാണ എന്ന സ്ഥലത്ത് പേർഷ്യയിൽ നിന്ന് നിയമിതനായ ഒരു ബിഷപ്പുമുണ്ട്. അപ്പൊ അങ്ങനെ മാല എന്ന് പറഞ്ഞാൽ മലബാർ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ആദ്യമായി ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ഇത് തന്നെയാണ്. അന്ന് തന്നെ പേർഷ്യയിൽ നിന്നുള്ള ഒരു ബിഷപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചന വ്യക്തമായിട്ട് പേർഷ്യൻ ബന്ധം സൂചിപ്പിക്കുന്നുണ്ട് ഈ രചനയിൽ. അപ്പോൾ പേർഷ്യൻ സഭയുടെ, നെസ്തോറിയൻ സഭയുടെ, ബാബിലോണിയൻ സഭ എന്നൊക്കെ വിളിക്കുന്ന ആ സഭയുടെ ഒരു സാന്നിധ്യം, അവരുടെ ബിഷപ്പുമാരും അവരുടെ ആത്മീയ നേതൃത്വവും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ്. ഈ 6ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ്. അപ്പോൾ ഈ അതിനെപ്പറ്റി പഠിച്ച ജോർജ് മെല്ലേറെ എന്ന് പറഞ്ഞ ഒരു ചർച്ച് ഹിസ്റ്ററിയിൽ ഗവേഷണം നടത്തിയ ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത്, ഏതാണ്ട് ഈ 6th സെഞ്ചുറിയിലാണ് ആദ്യമായി പേർഷ്യൻ സഭയിൽ നിന്നുള്ള മിഷണറിമാർ ഇവിടെ എത്തുകയും ഇവിടെയുള്ള ആളുകളെ കൺവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നത്. കാരണം വെച്ചാൽ ഈ 6th സെഞ്ചുറിയോട് ചേർന്നാണ്, അതിന് തൊട്ടു മുമ്പൊക്കെയാണ് ഈ പേർഷ്യയിൽ നിന്നുള്ള ഈ നേവൽ യാത്രാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സമുദ്രയാത്ര ചെയ്ത് ഇവിടെ വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നതൊക്കെ ആ സമയത്താണ്. അപ്പം ഏതാണ്ട് 6th സെഞ്ചുറിയിലാണ് ഈ പേർഷ്യൻ ബന്ധം ആരംഭിക്കുന്നതും. മാത്രമല്ല, അതോടനുബന്ധിച്ചാണ് ആദ്യത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ടായത് എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്. എനിക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു കാഴ്ചപ്പാടിനാണ് കൂടുതൽ സാങ്കത്യം ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഒരു 6th സെഞ്ചുറിയോടുകൂടിയാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു 6th സെഞ്ചുറിയോടുകൂടി തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഒരു കൺക്ലൂഷനിൽ എത്താവുന്നതാണ്. പിന്നീട് അതിനുശേഷമുള്ള തെരിസപ്പള്ളി ചെപ്പേഡ് 9th സെഞ്ചുറിയിലാണ്. അത് പേർഷ്യൻ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. ചേരമാൻ പെരുമാൾ രാജാക്കന്മാരുടെ കാലത്ത് 9ാം നൂറ്റാണ്ടിൽ സ്ഥാണു രവി എന്ന രാജാവിന്റെ അദ്ദേഹത്തിന്റെ സാമന്തനായ അയ്യനടികൾ കൊല്ലം തുറമുഖത്ത് തെരിസാപ്പള്ളി എന്നൊരു ക്രിസ്ത്യൻ പള്ളിക്ക് ഒരു കോപ്പർ പ്ലേറ്റ് കൊടുത്ത് കുറെ അവകാശങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പള്ളിയെ പണിയാനുള്ള അവകാശം, അവിടെ വാണിജ്യത്തിനുള്ള അവകാശം, കുറെ കുടുംബങ്ങളെ അവർക്ക് അവരുടെ ജോലികൾക്കായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ആണത്. പിന്നീടുള്ളത് ഒരു 12th സെഞ്ചുറിയിലെ വീരരാഘവ പട്ടയം. അതാണ് പിന്നീട് അടുത്തുള്ള ഒരു ക്രിസ്ത്യൻ സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. അപ്പൊ ഈ 6th സെഞ്ചുറിക്ക് ശേഷമുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് മാത്രമേ ക്രിസ്ത്യൻ സാന്നിധ്യത്തെ പറ്റി ഇതുവരെ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലായ തെളിവുകൾ ഈ വിധമാണെങ്കിലും ആദ്യമകാലം മുതൽ റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള ട്രേഡ് വളരെ ശക്തമായിരുന്നു. ധാരാളം ആളുകൾ പിന്നെ കൊടുങ്ങല്ലൂരൊക്കെ വരികയും ഇവിടുത്തെ കുരുമുളകും മറ്റ് മലഞ്ചരക്കുകളും ഒക്കെ വ്യാപാരം ചെയ്യുന്ന ഒരു വളരെ സജീവമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സോളമന്റെ കാലം മുതലേ
ഈ കച്ചവട ബന്ധം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ AD 1-ാം നൂറ്റാണ്ട് AD ഫസ്റ്റ് സെഞ്ചുറി മുതലുള്ളത് വളരെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ പ്രൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഉണ്ട്. പ്ലിനി, ടോളമി, പെരിപ്ലസ് തുടങ്ങിയ ഗ്രീക്ക് ചിന്തകരുടെയൊക്കെ കൃതികളിൽ ഈ ഫസ്റ്റ് സെഞ്ചുറിയിൽ കേരളവുമായിട്ടൊരു റോമ എംപയറും ഉള്ളൊരു റിലേഷനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ട്. അപ്പൊ ആ സമയത്ത് ജൂ ആയിരുന്ന പലരും ചിലപ്പോൾ യേശുവിന്റെ ഇവിടെ ഉണ്ടാവാം. അതിൽ പലരും യേശുവിന്റെ വിശ്വാസം പങ്കിട്ടവർ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ യേശു വിശ്വാസികളായ ആരും തന്നെ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഇല്ല എന്ന് നമുക്ക് ഒരു വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ 6-ാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ടായത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ കരുതുന്നത്. ഈ ജൂ സെറ്റിൽമെന്റ്സ് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെഞ്ചുറി മുതൽ അതിനുശേഷം പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ പലായനം ചെയ്ത ജ്യൂസ് ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ കൊച്ചിയിൽ പല ഘട്ടങ്ങളിലായിട്ട് ജൂ സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നു. ഈ ജൂ സെറ്റിൽമെന്റ്സ് ഈ ഇവിടെ എത്തിയ ജ്യൂസില് യേശുവിന്റെ ശിഷ്യരായ യേശുവിന്റെ വിശ്വാസികളായ ആ ജ്യൂസ് അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നൊരു തിയറി ചില ആളുകൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ചില ആളുകൾ ഒരു DNA ടെസ്റ്റ് ഒക്കെ നടത്തുകയും അവരുടെ രക്തം ജ്യൂസിന്റെ ട്രഡീഷൻ തെളിയിക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ചില പഠനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി. പക്ഷെ അത് ഹിസ്റ്റോറിക്കലായിട്ട് അതൊരു പൊതു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരു അന്വേഷണ വിഷയം എന്നുള്ള രീതിയിൽ പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ എത്തും മുമ്പ് പല കാലഘട്ടങ്ങളിലായി ഈ നസ്രാണി കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് പല രീതിയിലുള്ള കൺവേർഷൻസ് നടന്നു. അതെന്താണെന്നുള്ളത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും പോർച്ചുഗീസുകാർ വരുമ്പോഴേക്ക് ഇത്രയേറെ ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ പല ഘട്ടങ്ങളിലായി പല കൺവേർഷൻസ് ഇവിടെ നടന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഫസ്റ്റ് സെഞ്ചുറീസിലുണ്ടായിരുന്ന ബുദ്ധമതം ക്രമേണ ഇല്ലാതായതോടുകൂടി ധാരാളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ചേർന്നു എന്നൊരു തിയറിയാണ്. അപ്പൊ അതൊരു പോസിബിലിറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനി നമ്മൾ തിയറട്ടിക്കലായിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു പോസിബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല വിഭാഗങ്ങളിൽ നിന്നും ഈ നസ്രാണി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് പല നൂറ്റാണ്ടുകളിലായിട്ട് ഒരു കൺവേർഷൻ നടന്നു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. കാരണം ഒരു കാസ്റ്റ് ഹൈറാർക്കിയിൽ വളരെ ഡോമിനന്റ് ആയിട്ട് ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ബ്രാഹ്മണർക്ക് ഒരു മതം മാറ്റം എന്ന് പറഞ്ഞൊരു ഒരു നഷ്ടക്കച്ചവടം തന്നെയാണ്. കാരണം അവര് വലിയൊരു സോഷ്യൽ പ്രിവിലേജ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അവർക്ക് രാജാക്കന്മാര് കണക്കില്ലാത്ത ഭൂമി ദാനം ചെയ്യുകയും സോഷ്യൽ സ്റ്റാറ്റസിൽ വളരെ ഉയർന്ന ഒരു അവസ്ഥയിൽ അവിടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു മതം മാറ്റം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ കാര്യമല്ല. അതുകൊണ്ട് കുറെ കൂടെ താഴ്ന്ന ജാതികളിൽ നിന്നുള്ള ആളുകളാണ് കൺവേർട്ട് ചെയ്യപ്പെടുകയും ഒരു നസ്രാണി പോർച്ചുഗീസുകാർ വരുമ്പോൾ കണ്ട രീതിയിലുള്ള ഒരു വലിയ നസ്രാണി കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്ത് എന്നുള്ളതാണ് നമുക്കൊരു സാഹചര്യ പഠനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകാവുന്ന ഒരു കാര്യം. ഈ ബ്രാഹ്മിൺ കൺവേർഷനെ സംബന്ധിച്ചുള്ള കഥകളൊക്കെ പിന്നീട് വരുന്നതാണ്. സമയം ആയോ? ബോബി, നമുക്കൊരു 5 more minutes ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇങ്ങോട്ട് കേൾക്കുന്നില്ല. കേൾക്കാം. അപ്പൊ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ നസ്രാണി കമ്മ്യൂണിറ്റിയുടെ ഫെയ്ത്തും അവരുടെ വിശ്വാസവും ഒക്കെ ഒരു 5 more minutes വൈൻഡ് അപ്പ് ചെയ്യും. ഞങ്ങൾ പറയുന്ന കേൾക്കാവോ? ഓഡിയോ വരുന്നുണ്ടോ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ? അപ്പം ഒന്നുകൂടെ ലോഗിൻ ശരി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യോ?
അല്ലെങ്കിൽ ജോർജിനെ ഒന്ന് വിളിക്കും. കാര്യം ക്വസ്റ്റ്യൻ ആൻസർ സെഷനെ ആൻസർ ചെയ്യണമെങ്കിൽ കേൾക്കണമല്ലോ. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ, സോറി. ഈ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ നസ്രാണി സമൂഹത്തിന്റെ വിശ്വാസബോധങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്നുള്ളത് പിന്നെ വേറൊരു വിഷയമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരു നെസ്റ്റോറിയൻ ട്രഡീഷൻ ഉണ്ടായിരുന്ന ബാബിലോണിയൻ സഭയിൽ നിന്നുള്ള ബിഷപ്പ്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളാണ്. സുറിയാനി ലിറ്റർജി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആ കാലത്തെ പറ്റി മനസ്സിലാക്കാവുന്നതെല്ലാം പോർച്ചുഗീസുകാര് നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ നമുക്ക് ആ കാലത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഉദയംപേരൂർ സുനഹദോസിന്റെ കാനോനുകൾ, ഉദയംപേരൂർ സുനഹദോസിന്റെ രേഖകളാണ് നമുക്കത് ആ പഴയ കാലത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രേഖയായി ഇന്ന് നമുക്ക് അവശേഷിക്കും. അപ്പൊ അതിനകത്ത് പോർച്ചുഗീസുകാർ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന വിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ മാറണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. ആ രേഖകളാണ് നമുക്ക് ശരിക്കും എന്താണ് അതിനു മുമ്പുണ്ടായിരുന്ന നസ്രാണി കമ്മ്യൂണിറ്റി ഇവിടെ വിശ്വസിച്ചിരുന്നത് എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് പൂർണ്ണമായിട്ട് സിങ്ക്രണൈസ് ചെയ്തവരുമായിട്ടൊരു ചേർന്ന് നിന്ന ഒരു എല്ലാ വിശ്വാസപരമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു നസ്രാണി കമ്മ്യൂണിറ്റി യേശുവിനെ ദേവനായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികൾക്കൊരു ഒരു വെസ്റ്റേൺ മോഡലിലുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഒരു വേറിട്ടൊരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാക്കുകയും ചെയ്യാനാണ് ഉദയംപേരൂർ സുനഹദോസ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള പിന്നെ വിശ്വാസങ്ങള് പൊതുവിൽ റീബർത്തിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. അവര് മോക്ഷം എന്നുള്ള കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ ക്രിസ്തീയ മതത്തിന്റെ രക്ഷ എന്നുള്ള കാഴ്ചപ്പാടുകളെക്കാളൊക്കെ അവർ പ്രധാനമായിട്ട് കണ്ടത്. അതുപോലെ തന്നെ ഈ ഹിന്ദു ആചാരങ്ങളിലെ എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും തുടരുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ്. വേഷം, ബോധം, വിശ്വാസം എല്ലാത്തിലും ഹിന്ദുക്കളിലെ ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ്. അവർക്ക് ക്രിസ്ത്യൻ സങ്കല്പങ്ങൾ, ക്രിസ്തു മതത്തിന്റെ തിയോളജിക്കലായിട്ടുള്ള സങ്കല്പങ്ങളൊന്നും അവർക്ക് പ്രാധാന്യമായിരുന്നില്ല. അപ്പം ഈ പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നത് ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വേർപിരിച്ച് ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാക്കുക, നസ്രാണികൾക്ക് ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് പിന്നെ പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നത്. അപ്പൊ അന്ന് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തില് പിന്നെ ഈ രീതിയിൽ ഒരു വേറിട്ട ക്രിസ്തുമത വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പം ആഭിചാരം, പിന്നെ അതുപോലത്തെയുള്ള മന്ത്രവാദം, കൂടോത്രം, അങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ അന്ന് സമൂഹത്തിൽ നിലനിന്ന എല്ലാത്തിൻ്റെയും ഭാഗമായി മാറിയ ഒരു ക്രിസ്ത്യൻ സമൂഹം ഈ ഓണത്തിലും വിഷുവിലും ഒക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന, അവരുടെ ആഘോഷങ്ങൾ വളരെ പങ്കെടുക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം. അപ്പൊ പോർച്ചുഗീസുകാർ പറഞ്ഞു, ഇനി നിങ്ങൾ ഇത്തരം ആഘോഷങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശവസംസ്കാരം പോലും തടയപ്പെടും എന്നുള്ളത് പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാർപ്പാപ്പ ഇനി മുതൽ നിങ്ങൾ പേർഷ്യൻ മെത്രാനെ അംഗീകരിക്കാൻ പാടില്ല, നിങ്ങൾ ഇനി അംഗീകരിക്കേണ്ടത് നിങ്ങൾ മാർപ്പാപ്പയുടെ കീഴിലാണ് നിങ്ങളുടെ വിശ്വാസപരമായ തീരുമാനിക്കേണ്ടതെന്നുള്ള പറയുന്നൊരു. അപ്പൊ ഇത്തരം ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ 16-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാർ നടത്തിയ ഉദയംപേരൂർ സുനഹദോസോടുകൂടിയാണ്. മറിയം വിശ്വാസത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ മറ്റെല്ലാ രീതിയിലും ഉള്ളൊരു പിന്നെ ഈ കാവ്യർ എന്ന് വിളിക്കുന്ന ഹിന്ദുക്കളോട് ചേർന്ന് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ആ ഒരു വിശ്വാസ ലോകം അവസാനിപ്പിച്ച് ഒരു വേറിട്ട ക്രിസ്ത്യൻ സ്വത്വം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ നമ്മുടെ അതിനു മുമ്പുണ്ടായിരുന്ന നസ്രാണി സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ക്രിസ്തു മതമായിട്ട്, അപ്പൊ പോർച്ചുഗീസുകാർ അത്ഭുതപ്പെടുന്നു, ഇവരെങ്ങനെ ക്രിസ്ത്യാനികളാകുന്നു, ഇങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾ എന്താ, യേശുദേവനുള്ള വിശ്വാസമുണ്ട്, പക്ഷെ അതേസമയം തന്നെ ഒരു വേറിട്ട ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഒരിക്കലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 5 മിനിറ്റായി, ഞാനതുകൊണ്ട് ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. Bobby, thank you. Bobby, Shifa, you can take over. Bobby will log out and log in because he's not able to hear us. So Shifa will summarize the whole thing in English. Shifa, over to you. You can unmute. We can't hear you. You need to unmute. You need to unmute.
Shifa, you need to unmute. We can't hear you. You need to unmute. Okay, I'll just tell George. One second. Matthew, she has One to do second. she has to do it by herself. I've already prompted her. Okay, I've unmuted. Yeah, you're ready. Yeah, over to you. Thank you, Mr. Bobby Thomas. That was very enlightening. There was so much to take in. And to give you a very quick gist of it, Mr. Bobby Thomas introduced us to the origins of Christianity as far as he could figure out from historical facts. So his origins of Christianity, he was looking basically for clear historical facts. And what he said was that the whole belief that Christianity came to Kerala in 52 AD is debatable, because the first fact he proves wrong is that they say that Christianity was brought to so many Brahmin families. Now, Mr. Bobby Thomas says very clearly that there were no Brahmin communities in Kerala at that time. They were only Dravidians, and Dravidian beliefs of nature worship and other gods was the key practice at that time. The second belief that he says is that St. Thomas came down with the cross. Now, the cross was introduced in Christianity only after the 4th century. So it is not possible. In early Christianity, the symbol was the fish. So if the records had shown that St. Thomas came with the fish, then it would have been more believable than this fact that St. Thomas came with the cross. The third thing he says is that in this cross itself belongs to this old religion, which actually was a revelation for me as well, called Manikayam. Manikayam, they are the people who introduced the cross itself in religion. And so the Christians actually hated the cross because it was a way in which the Romans tortured them. So it was not a Christian, the cross was not a Christian symbol in the early centuries. But having said all that, it is also a fact that trade with Rome was there way back from King Solomon's times. Trade with the Malabar coast also was there. It is recorded. It's a recorded historical fact that trade with the Malabar coast was there. So it is possible that Christians or Jews have brought Christianity to Kerala, but there are no historical facts of a large Christian community. Most of the this whole thing of St. Thomas establishing 7.5 churches, there were no churches as such till the 16th century. But maybe there were Christians in Kerala because Christianity had come, but there's no clear proof of a Christian community whatsoever. Now there are certain, he says also from where there is proof. The actual proof of Christianity, he says, actually from the 6th century, if I'm not wrong. He says from the 6th century, there's been a trader's account, and this trader has written about his trading, and he says there was an account in this trader's diary of a Christian community in the Malabar region. In the 2nd century, there is a belief and there are records to show that a missionary came to India, a Christian missionary came to India, but Kerala is not mentioned in that record. It's just a vague thing of India. Now, in this Acts of St. Thomas, there is a clear account that St. Thomas went to Afghan, the Afghan region. Now, the Afghan region is also very close to India and is crossable by foot. But again, while there is a record of in the Acts of St. Thomas, there is a record of Afghan, there is no record of Kerala.
So I think with all these, in fact, he also goes on to say that the early Christians were very. It's impossible that they should have been Brahmins, because the Brahmins were a privileged class, and they would not want to change their religion because they already had all the benefits of their religion. They would not want to give that up. So his all probability, the early Christians were not Brahmins, but they tried to develop that story for reasons of superiority. And here, in fact, the early Christians also followed a lot of the Hindu customs. And I think this we already see a parallel in our lot of our Syrian Christian traditions, where we have the Tali and the Bantrakodi and so many things like that, which I believe when the Portuguese came, they tried to put an end to the Hindu beliefs of the Christians. I think that I won't take any more of your time, but I'm sure there must be lots of you who want to ask Mr. Thomas many questions. And I'll over to you, Matthew. I think you can start the questions. Thank you, Shiva. That was very brilliantly summarized. All the key highlights, all the takeaways of this evening, you summarized it very well in English. Thank you. Now the floor is open. ചോദ്യം ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ദയവായി ചോദിക്കുക. കഴിയുന്നത് ബ്രീഫ് ആക്കുക, അപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം കിട്ടും. അൺമ്യൂട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. ചാറ്റ് ബോക്സിനകത്ത് ലീ ഇട്ടായിരുന്നു. ലീ ഉണ്ടോ? You have to unmute. Yeah. I think I did. Okay. Thank you, Matthew. Hey, Bobby. Nice job. Thanks for organizing this, Matthew. One question ഞാൻ chat ഇട്ടായിരുന്നു. അതായത് in your research, because although the topic is around Christianity in Kerala, in your research, when you realized that this did not take place, where else do you think, not do you think, any narration on where else St. Thomas reached, apart from the books of the Act of Thomas? Is there anything else that you came across? അല്ല, അങ്ങനെ ഈ എഡേസയിലുണ്ടായ ഈ ട്രഡീഷന് പുറത്ത് ഒരു രേഖാപരമായ ഒരു ചരിത്രം വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. സെന്റ് തോമസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഓൾഡ് ടൈംസിൽ, ഒരു പഴയ ഒരു ഏർലി ടൈംസ് എന്നുള്ളൊരു റെഫറൻസ് വേറെ എങ്ങും നിലവിലില്ല. ആക്ട്സ് ഓഫ് തോമസ് തന്നെയാണ് അതിനകത്ത് ഒരു ഏർലി ടൈംസിലെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു രേഖ അതാണ്. Okay, thank you. അതേ ഉള്ളായിരുന്നു. I think Rajiv Pallik, I can't read the whole name. Rajiv has a question. He's got his hand up. Mr. Rajiv. ഹലോ സാറേ, നമസ്കാരമുണ്ട്. ഞാൻ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും ഇന്നലെ ക്ലബ് ഹൗസിലെ ആ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു. ഇതേ സബ്ജക്ട് തന്നെ ക്ലബ് ഹൗസിലെ. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. കഴിഞ്ഞ ദിവസത്തെ അത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ എനിക്ക് ചോദ്യങ്ങളും ഉണ്ട്, പിന്നെ എൻ്റെതായിട്ടുള്ള ചില നിഗമനങ്ങളോ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ ചോദ്യം എന്നുള്ള നിലയ്ക്ക് ആദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ നസ്രാണികളുടെ, ഞാൻ നസ്രാണി എന്നുള്ളൊരു വാക്കാണ് ആദ്യം ഉപയോഗിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു വാക്ക് കുറെ കൂടെ ഒരു വ്യവസ്ഥാപിത മതരൂപം എത്തിയതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കുന്നതായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നു. അപ്പോ ഈ ഒരു ജനവിഭാഗത്തിന്റെ ആവിർഭാവത്തിന്റെ ഒരു ചരിത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വെച്ചത്. അതില് നമ്മൾ കേരളത്തിൽ കാണുന്നത്, ഇപ്പോ തോമസ് ലീഹയുടെ ഒക്കെ കഥ ഇവിടെ നിൽക്കട്ടെ, നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സമൂഹം ആദ്യം നമ്മൾ പറയുന്നുണ്ട് മനിക്കേയൻ മതം എന്ന് പറയുന്നത്. മനിക്കേയൻ മതത്തിനെ നമ്മളിപ്പോ മനിക്കേയൻ കാഴ്ചപ്പാടെന്ന് പറയുമ്പോഴും സംസ്കരിക്കപ്പെടാത്ത ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസം വ്യത്യസ്തമായിട്ടുള്ള പിൽക്കാലത്ത് വന്ന വ്യവസ്ഥാപിത മതരൂപങ്ങൾ അല്ലെങ്കിൽ പൊതുവിലുള്ള ഈസ്റ്റേണും വെസ്റ്റേണുമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ യൂറോപ്പിലും അതുപോലെ തന്നെ പൗരസ്ത്യ ദേശത്തും ഉടലെടുത്തിട്ടുള്ള ക്രൈസ്തവ ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
അതിന് വളരെ പഴക്കമുള്ള ഒരു കാലത്ത് പേർഷ്യയിലെ മാനി എന്ന് പറയുന്ന ഒരു ന്യായവാദി, അതായത് നോസ്റ്റിക് ആയിട്ടുള്ള ഒരു സന്യാസി അയാളുടേതായിട്ടുള്ള ഒരു ദർശനം കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ അന്നത്തെ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ജനസമൂഹം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു ജനസമൂഹം പിന്നെ ഒരു തുടർച്ച ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ. അപ്പോ അതിനു മുമ്പുള്ള ഒരു ജനസമൂഹത്തെ പറ്റിയിട്ട് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ഈ മാനി വരുന്ന കാലത്ത് ലോകത്തിലാസകലം ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും ചൈനയില് മാനിയുടെ മതം ഇപ്പോഴും ഉണ്ട്, പള്ളികൾ നിലനിൽക്കുന്നുണ്ട്. ഈജിപ്തിൽ വലിയ തോതിൽ, ഈജിപ്തിലും അറേബ്യയിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദിനെ വരെ ഏറ്റവും വലുതായിട്ട് സ്വാധീനിച്ചത് മാനിയാണെന്ന് തോന്നുന്നു. കാരണം പല സൂചനകളും ഈ ഖുറാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേനും പല സൂചനകളും മാനിയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോ ഒരു തിയറി, ഒരു നോസ്റ്റിക്, അതായത് പിന്നെ പറയും ഇപ്പൊ നമ്മൾ പറയുന്ന സൂഫിസം പോലെയൊക്കെയുള്ള ഒരു നോസ്റ്റിക് ചിന്താഗതിയാണ് ഈ മാനി കൊണ്ടുവന്നതെന്ന് പറയുന്നു. ആ മാനിസം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തുടർച്ചയായിട്ടായിരിക്കണം ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നസ്രാണികളുടെ ഒരു ആവിർഭാവം അവിടെ നിന്ന് തുടങ്ങിയിരിക്കണം. ഇതിനകത്ത് ഓരോ കാലത്തും മാറി മാറി വരുന്ന പരിഷ്കാരങ്ങൾ, ഇപ്പോ നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഒരു പൊതുചരിത്രം നോക്കിയാൽ തന്നെ ആധുനിക കാലത്ത് തന്നെയും ഈ പുറത്തുനിന്ന് കടന്നു വരുന്ന വിവിധ കാഴ്ചപ്പാടുകളും തിയോളജിയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളുമാണല്ലോ ഈ ഇത് പിരിഞ്ഞു പല സഭകളായി പോകാനും അതിനു മുമ്പുള്ളതിനെ തള്ളിപ്പറയാനും. അതായത് പൂർവികർ എന്തൊക്കെയാണോ മുമ്പ് ആചരിച്ചിരുന്നത് അത് മുഴുവൻ തെറ്റായതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളി പറഞ്ഞിട്ട് പുതിയനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ മാനിക്കൈസം എന്ന് പറയുന്നത് ഒരു പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് പൂർണ്ണമായും ഒരു രൂപം കൊള്ളാത്ത ഒരു അപരിഷ്കൃത, അതായത് ഒരു പ്രിമിറ്റീവ് സ്റ്റേജ് ആയിട്ട് കാണുകയും അതിന്റെ തുടർച്ചയായിട്ട് നെസ്തോറിയൻ പേർഷ്യനും ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈസ്റ്റ് സിറിയൻ പെർഷ്യൻ പിന്നെ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന നെസ്തോറിയൻ വിഭാഗം പിന്നീട് ഇവിടേക്ക് കടന്നു വരികയും പിന്നെ അതിൽ നിന്ന് മാറി ആ സുറിയാനി പാരമ്പര്യം പിന്നീട് വ്യത്യസ്തമായി വരികയും പോർച്ചുഗീസുകാർ വരുന്ന കാലഘട്ടം വരെയും ആ സുറിയാനി പാരമ്പര്യം കൊണ്ടു നടന്നുകൊണ്ട് ഇവര് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുകയും ചെയ്തതല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിനകത്തൊരു കണ്ടിന്യൂഷനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനിക്കയന്മാര് ഇവിടെ വന്നിട്ട്, ഞാൻ ഈ മനിക്കയിസത്തെ പറ്റിയിട്ട് കുറച്ച് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മനിക്കനിസം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ഞാൻ അതിന്റെ പിന്നെ വിമർശനാത്മകമായിട്ടല്ല, കാരണം എനിക്ക് അത് കുറച്ചുകൂടെ പഠിക്കാൻ ആവശ്യമാണ്. ഒന്ന്, ഈ മണിഗ്രാമം എന്ന് പറയുന്ന വാക്ക് ഈ മാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നൊരു സൂചന കണ്ടു. അത് ശരിയാണോ? രണ്ടാമത്തെ കാര്യം, മാറമ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാനിയുടെ ഒരു ശിഷ്യൻ അരിക്കമേട്ടിൽ വന്നതായിട്ട് അറിയാവുന്നതാണ്. ഈ മാറമ്മാനാണ് ശരിക്കും ഈ ഈ സെയിന്റ് തോമസ് മൗണ്ടിൽ അവിടെ വെച്ചിട്ട് മൃതി അടഞ്ഞ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാറമ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണോ കേരളത്തിലേക്ക് വന്നത്? അവരെ സംബന്ധിച്ച് ഒരു ആധികാരികമായിട്ട്, അതായത് മനിക്കേനിസം സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിലും വന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. Okay, now I'll just translate quickly, Bobby, for the interest of the English-speaking viewers. See, his question is based on the origins of Kerala Christianity from Manikesam. Manikesam, his first question is, is the existing Christians or Christians of Kerala started from Manikesam, who came in 300 AD? And then the continuity from that, because is there any evidence pertaining to that continuity? Because he is also referring to Jaji Venna either Tirumenide pera parnu oru aprayam alle Jaji. Hello, parnu. Okay, Rajeev oru reference parnu Tirumenide subsequently Manikesathinte Maramman. So he is talking about a bishop. A reference, he is taking a leaf from the history documents. A missionary Mara who came. So basically his question is on Manikism. The origin of Christianity, is it from Manikism, and how did it continue in Kerala, and what is the connection with the Syrian Christians and Manikism,
And do you have any evidence if Manikism was the first set of Christians who were in Kerala? Over to you, Bobby. ഇല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാണിക്കയൻ കേരളത്തിലെ മാണിക്കയൻ പ്രസൻസിനെ സംബന്ധിച്ചുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു പിന്നെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടെത്തിയിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇങ്ങനെ ഒരു സാധ്യത എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പം സെന്റ് തോമസ് കുരിശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിന് മാണിക്കയൻ റിലേഷൻ ഉണ്ടെന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു അസംഷനാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെയാണെന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പിന്നെ മാണിക്കയൻ പ്രസൻസ് ഇപ്പൊ മാണിക്കയൻ ചർച്ചിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാരണങ്ങളാണ്. ലോകത്തിലെ ധാരാളം മതങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ഇല്ലാതാവുകയും ചെയ്ത ഒരു പ്രക്രിയയിലൂടെയാണല്ലോ ഒരു റിലീജിയന്റെ ഹിസ്റ്ററി മുമ്പോട്ട് പോകുന്നത്. പേർഷ്യയിൽ തന്നെയാണെങ്കിൽ സ്വരാഷ്ട്ര മതം അത് വളരെ വലിയൊരു മതമായിരുന്നത് പിന്നീട് ഇപ്പം പേരിന് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ക്രിസ്ത്യൻ മതം തന്നെയാണെങ്കിൽ പല മേഖലകളിൽ ശക്തമായിരുന്നിടത്തൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ പുതിയ കാലത്തിനനുസരിച്ചുള്ള ആ ഒരു മതങ്ങളുടെ വാനിഷിങ് അത് സംഭവിക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു പോസിബിലിറ്റി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ മാണിക്കയൻ മതക്കാര് ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു എന്ന് വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം. കാരണം ഈ പല രീതിയിലുള്ള സാമ്യത ഉണ്ടായിരുന്ന രണ്ട് മതങ്ങൾ, അതിന്റെ പല ആശയപരമായിട്ടുള്ള സാമ്യതകൾ ഉണ്ടായിരുന്ന ഒരു മതം എന്നുള്ള നിലയിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി അവതരിപ്പിക്കാവുന്നതാണ്. അത്ര എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. Yeah, Bobby is saying it's an assumption. There's no historical evidence to substantiate this. There's no documentary evidence to say, but nevertheless, it's an assumption, and he also assumes that Christianity, Syrian Christians in Kerala probably will be started from Manikism. Now, Mr. V. Worky from Bangalore had raised his hand before. Over to you. You need to unmute. Yeah, go ahead, sir. Hello. Yeah, go ahead. Can you hear? Yeah, കേൾക്കാം, പറഞ്ഞോളൂ. AD 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മിൻ കേരളത്തിൽ ഇല്ല, ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നു. ഈ AD ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നത് BC-യിലാണല്ലോ വരുന്നത്. ആര്യൻ പറഞ്ഞ ആര്യ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ട് തൊട്ടേ ആര്യന്മാര് 1-ാം നൂറ്റാണ്ടിന് BC 2500 ആര്യന്മാർ ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മിൻസ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ബ്രാഹ്മിൻ ഉണ്ടെന്നുള്ള 6-ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നു, 1-ാം നൂറ്റാണ്ടിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമ്മളിപ്പോ വിശ്വസിക്കുന്നത് നമ്മുടെ അക്കോർഡിംഗ് ടു ദ ഹിസ്റ്ററി നമ്മൾ വിശ്വസിക്കുന്ന ഈ ആദ്യത്തെ 4 കുടുംബങ്ങൾ ശങ്കരഭൂതി, മംഗളവൃക്ഷം, കളിക, അപ്പൊ ഇതൊക്കെ നമ്പൂതിരിമാരെന്നാ വിശ്വസിക്കുന്നത്. ബ്രാഹ്മിൻസിന് ഒരു അപ്പർ ക്ലാസ് ആണ് ഈ നമ്പൂതിരി എന്നാ പറയപ്പെടുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ആദ്യ നൂറ്റാണ്ടിൽ ബ്രാഹ്മൺ ഉണ്ടായിരുന്നോ ഇല്ലേ? പിന്നെ ഞാനൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ ബോബി, ഒരു മിനിറ്റ്, ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വ്യൂവേഴ്സ്. അതായത് his standpoint is there were evidence of Aryans coming to Kerala. So Aryans coming to Kerala, does that mean they were Brahmins? If they were Brahmins, then there was existence of Brahmins. So he is basically connecting the Aryan invasion into Kerala and Brahmins and questioning the assumption that there was no Brahmins here before 8th century as per the presentation of Mr. Bobby Thomas. Bobby പറഞ്ഞോളൂ. അല്ല, ഇത് ചരിത്രകാരന്മാരുടെ ഒരു അസംഷനും ആണ്. ഇപ്പൊ കേശവൻ വെളുത്താട്ടിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ആണ് ഈ കാര്യത്തിൽ വലിയ ഗവേഷണം. ഈ ബ്രാഹ്മൺ സെറ്റിൽമെന്റ് എന്നാണ് കേരളത്തിൽ ആരംഭിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ ഗവേഷണം നടത്തിയിട്ടുള്ളത് കേശവൻ വെളുത്താട്ടിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ആണ്. പിന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുകളാണ് MGS നാരായണൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഔദ്യോഗിക ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ കേരളത്തിലെ ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഉണ്ടായത് ഒരു 8th സെഞ്ചുറിക്ക് ശേഷമാണ്, നിശ്ചയമായിട്ട് ഒരു 6th സെഞ്ചുറിക്ക് ശേഷമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പം കേരളോൽപ്പത്തി പോലുള്ള മിത്തിക്കൽ റൈറ്റിംഗ്സിലൊക്കെ തന്നെ 32 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയ ബ്രാഹ്മണരുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കഥയെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അന്വേഷിച്ച് ഈ ഹിസ്റ്റോറിയൻസ് പോവുകയും അവരങ്ങനെ
അസന്നിഗ്ധമായിട്ട് തന്നെ കേരളത്തിൽ പിന്നെ ബ്രാഹ്മണ സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത് ഈ 6th സെഞ്ചുറിക്ക് ശേഷം, ഒരുപക്ഷെ 8th സെഞ്ചുറിക്ക് ശേഷം ആകാം എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ് രൂപം കൊണ്ടത്. So, Mr. Joseph Placherian, unmute you. Unmute you. ചോദിച്ചോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, 1-2 ചോദ്യങ്ങളും കമന്റുകളും. മാണിക്കയൻ കുരിശ് സെന്റ് തോമസ് കുരിശാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വേറെ ഒരു പ്രസ്താവം എന്താണെന്ന് ചോദിച്ചാൽ, മാണിക്കയൻ കുരിശിലെ പാൽവി ലിപിയിലുള്ള ആലേഖനം ചെയ്തിരിക്കുന്ന സംഗതികളൊന്നും ഇതുവരെ ഡൈസെഫർ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അറിവിൽ 1870-കൾ മുതൽ അതിലെഴുതിയിരിക്കുന്ന ലിപി, പാൽവി ലിപിയിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകൾ ഡൈസെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അത് റെക്കോർഡുകൾ പലതും അവൈലബിൾ ആണ്. ഓക്സ്ഫോർഡിലും മറ്റുമുള്ള പല ലിംഗ്വിസ്റ്റിക്സും പഠിച്ചിട്ടുള്ള ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കുരിശില് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന സിമ്പിൾ പരിശുദ്ധാത്മാവിനെ സിംബലൈസ് ചെയ്യുന്ന പ്രാവിൻ്റെതാണ്. മാണിക്കയൻ വിശ്വാസത്തില് ഈ പ്രാവിന്റെ സിമ്പിൾ പരിശുദ്ധാത്മാവിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് അറിവില്ല. ഈ കുരിശും അതിൻ്റെ മുകളിലുള്ള പ്രാവും വെച്ച് നോക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ തന്നെ കുരിശാണ് എന്നാണ് എൻ്റെ ധാരണ. വേറെ 1-2 കമന്റുകൾ കൂടി. നമ്മളെപ്പോഴും പറയും സെന്റ് തോമസ് വന്ന കാലത്ത് കേരളത്തിൽ ബ്രാഹ്മണരില്ല. ചില ചരിത്രകാരന്മാർ പറയും വേദിക് ബ്രാഹ്മണരില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. വൈശ്യരെ പോലെ കച്ചവടം നടത്തിയിരുന്ന ബ്രാഹ്മണർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അരീക്കമേടിലെയും ഈടെ കുഴിച്ചെടുത്ത കീഴടിയിലെയും മറ്റും സംസ്കാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ MGS പോലുള്ളവർ പറയുന്ന MGS നാരായണനെ പോലുള്ളവർ പറയുന്ന ചില പ്രസ്താവങ്ങളുണ്ട്. സെന്റ് തോമസ് 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാട് മാത്രമേ കാണുകയുള്ളൂ എന്ന്. ആ ധാരണ ഈ പുതിയ ഉത്ഖനനങ്ങളിലുള്ള അറിവുകൾ തീർച്ചയായും മാറ്റിക്കുറിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്ന് പറയാനുള്ളത്, ഈ സെന്റ് തോമസ് മൗണ്ടില് യാതൊരു തെളിവും സെന്റ് തോമസിൻ്റെതായി ഇല്ല എന്നൊരു പ്രസ്താവം കേട്ടു. പ്ലാസിഡ് പൊടിപാറ അച്ഛൻ്റെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന പുസ്തകത്തില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അരീക്കമേടിലെ 2ാം ഘട്ടത്തിലെ ബ്രിക്കുകൾ, ഇഷ്ടികൾക്ക് തുല്യമായ അളവിലുള്ള ബ്രിക്കുകളാണ് സെന്റ് തോമസിന്റെ എന്ന് പറയുന്ന ഖബറിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. അതെല്ലാം അടച്ചു കെട്ടി കച്ചവടത്തിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ചരിത്രപരമായ ഒരു ഉത്ഖനനത്തിനോ അല്ലെങ്കിൽ ആ ബ്രിക്കുകളുടെ അളവുകൾ നോക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലം. ഒരു കമന്റ് കൂടി പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. നമ്മളെപ്പോഴും പറയുന്ന ബ്രാഹ്മണ കൺവേർഷനും തർപ്പണം ചെയ്തപ്പോൾ ജലം മുകളിൽ നിന്ന ആ കഥയും കുരിശിന്റെ കഥയും, ഇത് എന്നാണ് ഈ കഥകൾ തുടങ്ങിയത്? ഈ ബ്രാഹ്മണരെയാണ് കൺവേർട്ട് ചെയ്തതെന്നും നമ്മൾ പറയും ചരിത്രപരമായി എന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഇതൊന്നും അന്നില്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനിറ്റി 1-ാം നൂറ്റാണ്ടിൽ ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ എന്നാണ് ഈ കഥകൾ തുടങ്ങിയത് എന്ന് മാത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ സാധിക്കുമോ? ഞാൻ ഇംഗ്ലീഷ് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോടെ. Last question first. He says he is asking if it is a story of St. Thomas conversion and the water going in reverse direction, if those stories, if it is supposed to be stories, and when did those stories originate? Point number 2 is referring to the recent excavations, historical findings in Arkamed, and he wants to connect back to the St. Thomas. He says one of the books what is written, it says that the brick what they got is supposedly from the St. Thomas Mount, where mortal remains of St. Thomas is supposed to be buried as per belief system. I mean, he wants to know more on that. And the first question was again based on Manikism. If Manikism crossed, if their belief system, the Holy Spirit was depicted in the cross. Correct, Joseph? Yeah, Holy Spirit was depicted in the cross. Correct. Yeah, and Holy Spirit was depicted in the cross. So what then is again pointing towards the connection between Christianity and Manikism.
Probably in Kerala, it was one of the same. I mean, he didn't say that. That was his assumption. Bobby, over to you. അതെ, ഈ സെന്റ് തോമസ് കുരിശുകളുടെ കാര്യം പറഞ്ഞത്, ഇപ്പൊ സെന്റ് തോമസ് കുരിശുകളിൽ പ്രാവ് ഉണ്ടായിരുന്നു, പ്രാവിന്റെ രൂപം ഉണ്ടായിരുന്നു. അതിനെ വേണമെങ്കിൽ നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു എക്സ്പ്രഷനായിട്ട് കാണാവുന്നതാണ്. പക്ഷെ അതിന്റെ താഴെ തന്നെ ഒരു താമരയുടെ രൂപവും ആ സെന്റ് തോമസ് കുരിശുകളിലുണ്ട്. അപ്പൊ ഈ താമര എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അത് ഇന്ത്യൻ ബുദ്ധിസത്തിന്റെ സിമ്പിൾ ആണെന്നാണ് ബുദ്ധിസത്തിന്റെ സിമ്പിൾ ആണെന്നുള്ളൊരു അഭിപ്രായങ്ങൾ. ഇതൊക്കെ തന്നെ ഒരു നമുക്ക് പിന്നെ ചില ഒരു നിഗമനങ്ങൾ എന്നുള്ള രീതിയിൽ ആണ് ഇതിനൊക്കെ നിലനിൽക്കാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെ കുറച്ചുകൂടെ ഫാക്ച്വലായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സെന്റ് തോമസ് ട്രഡീഷന്റെ ഒരു പിന്നെ ഉണ്ടായി വന്നത്, നിശ്ചയമായിട്ടും സെന്റ് തോമസ് ട്രഡീഷൻ ആദ്യം ഉണ്ടാകുന്നത് തേർഡ് സെഞ്ചുറി, സെക്കൻഡ് സെഞ്ചുറിയിൽ, തേർഡ് സെഞ്ചുറിയിലൊക്കെ തന്നെ സെന്റ് തോമസ് ട്രഡീഷന്റെ ആ ഒരു ആദ്യം രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ ലേറ്റർ ആയിട്ടുള്ള ഈ കഥകളുടെ ഒരു അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് പറയാനുള്ള ഇതില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 13th 14th സെഞ്ചുറിയിൽ അഡീഷണൽ ആയിട്ട് ചേർക്കപ്പെട്ടതാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ സെന്റ് തോമസ് സ്റ്റോറിയുടെ നറേഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ First is talks about the cross, and then he says about the cross, the down on the cross. The question was whether it's the Holy Spirit. He answers that there was also a lotus on the cross. How do you define that? Then probably Mr. Joseph says it may be pointing to Buddhism. So Bobby says that the whole thing is, it's one of the assumptions we have. It's not documentary proof per se. Now, second thing is on Bobby. Bobby, സെന്റ് തോമസ് ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ St. Thomas, when did the mythology of this or the stories of St. Thomas start in Kerala? He tends to believe that, Bobby tends to believe these stories would have originated probably in 13th century or 12th century. Bobby, മൂന്നാമത് ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞില്ല. മൂന്നാമത് സെന്റ് തോമസ് മൗണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. എക്സ്കവേഷൻ എക്സ്കവേഷൻ യഥാർത്ഥ രീതിയിൽ നടന്നില്ല എന്നുള്ളൊരു, പിന്നെ നടക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു കാഴ്ചപ്പാട്. പക്ഷെ നമുക്ക് ഹിസ്റ്ററി വേണ്ടിയെടുക്കാൻ വേണ്ടി എക്സ്കവേഷൻ, ശരിയായ എക്സ്കവേഷൻ തന്നെ അവിടെ നടക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. So the excavation is not completed yet to come and on. അങ്ങനെ പറയാല്ലേ? Okay. രാജീവ് പള്ളിക്കോണം, അദ്ദേഹത്തിന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. രാജീവ്, ഞാന് ചോദ്യം എന്നുള്ളതിലുപരി ചോദ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഇപ്പൊ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചില ധാരണകൾ എങ്ങനെയൊക്കെയാണ് അത് ഞാൻ അവതരിപ്പിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് എന്താണ് അതിനകത്തുണ്ട എന്റെ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം എന്താണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാ തോന്നുന്നു എനിക്ക്. ഒന്ന്, ഇപ്പൊ പറഞ്ഞ സെയിന്റ് തോമസിന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമാണ്. എനിക്കതിനകത്ത് എൻ്റെ ഒരു നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 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 നമ്മുടെ ഒരു അക്കാദമിക് ചരിത്രത്തിന്റെ ഒരു രീതി ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് കൃത്യമായി തെളിവുകളുള്ള കാര്യം മാത്രമാണ് പിന്നെ നമുക്ക് ചരിത്രമായി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് നിലവിൽ. കാരണം നമുക്ക് കിട്ടിയ വിവരങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അതിന് വിഘാതമായി നിൽക്കുന്നത് നമ്മുടെ ഈ വാമൊഴി വഴക്കങ്ങളിലൂടെ നിലനിന്ന് വരുന്ന ചരിത്രമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഐതിഹ്യങ്ങളുടെ ഒരു യുക്തിയില്ലായ്മ, അതിലുള്ള യുക്തിസഹമല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ കാര്യമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് യുക്തിയെ അടർത്തി മാറ്റി കഴിയുമ്പോൾ, അതില് ഐതിഹ്യത്തിലെ പൊരുത്തക്കേടുകളെ മുഴുവൻ അടർത്തി മാറ്റി കഴിയുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഫാക്ട് ചിലപ്പം ഇല്ലാണ്ടായിപ്പോയെന്നിരിക്കും. അപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ നസ്രാണി സമൂഹം ആദ്യകാലം തൊട്ടേ അല്ലെങ്കിൽ ഏത് കാലഘട്ടങ്ങളിലാണോ ഇവര് പിന്നെ ഇവരുടെ ഒരു സ്വത്വം ഉണ്ടാകുന്നത്, ആ കാലഘട്ടം തൊട്ടേ പറഞ്ഞു വരുന്ന ഒന്നാണ് തങ്ങളുടെ പിന്നെ ഈ ദർശനം സെയിന്റ് തോമസ് ആണ് തങ്ങൾക്ക് ക്രിസ്ത്യൻ ദർശനം ആദ്യമായി എത്തിച്ചു കൊടുത്തത് എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ടാണ് സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേരളം അല്ലെങ്കിൽ മലബാർ പല കാലങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള പല ആൾക്കാരും, ഇപ്പൊ അന്തോനീസിനെ പറ്റി പറഞ്ഞു, കോസ്മോസ് ഇൻഡിക്കോസ്പ്ലോസസിനെ പറ്റി പറയുന്നുണ്ട്, അതിനുശേഷം മാർക്കോ പോളോ, ഇങ്ങനെ വന്നിട്ടുള്ള പല ആൾക്കാരും കേരളത്തിലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും
സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് സൂചിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ വായിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ അത് ശരിയാണോ, ഇനി അതിന് പിന്നെ അതിനകത്ത് ഒരു ക്രിസ്ത്യൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവിൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്, നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഒരു കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ മനുഷ്യനെ ഏതെങ്കിലും കൃത്രിമമായി എഴുതി ചേർക്കാൻ പറ്റും. പക്ഷെ ഇത് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന് പോരുന്ന ഒന്നാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കഥയിലുള്ള തെറ്റുകൾ, പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ഇപ്പൊ പറഞ്ഞ നമ്പൂതിരിമാര് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നമ്പൂതിരിമാർ ഇവിടെ എത്തിയെന്നുള്ളത്. അത് ശരിയാണ്. കാരണം ഈ ആന്ധ്രയിൽ നിന്നും, അതായത് മയൂരവർമ്മൻ എന്ന് പറയുന്ന ഒരു പിന്നെ രാജാവാണ്. അതായത് ഈ ഇന്നത്തെ കർണാടകയിലുള്ള ഒരു മയൂരവർമ്മൻ എന്ന് പറയുന്ന രാജാവാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക്, മലബാറിലേക്ക് പിന്നെ ബ്രാഹ്മണരെ കടത്തിക്കൊണ്ടുവരുന്നത്. അത് കേരളത്തിലേക്കല്ല, ശരിക്കും കേരളം പണ്ട് ഗോകർണം തൊട്ട് കന്യാകുമാരി വരെ കേരളം കിടക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ ദേശത്തേക്ക്, അന്നത്തെ കേരളം അത്രയുണ്ട്. അപ്പൊ ആ ദേശത്തേക്ക്, ഇപ്പോഴത്തെ തുളുനാട് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഇവർ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് നമ്മുടെ തിരുവിതാംകൂറൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് ഇവർ വരുന്നുണ്ട്. പിന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷെ ബ്രാഹ്മണരെ സംബന്ധിച്ച്, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വൈദിക വൃത്തി ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ പറ്റിയിട്ട് സംഘകാലത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് അന്തണർ എന്നാണ് പറയുന്നത്. നമ്മൾ വിപ്രന്മാരെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണരെ പറയുമ്പോൾ അന്തണർ എന്നുള്ള വാക്കിനെ പലപ്പോഴും ഇതിന് ഈ പര്യായപദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബ്രാഹ്മണർക്ക്. അതുകൊണ്ട് അന്തണർ എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിത വർഗമാണ്. ആ സംഘകാലത്ത് നമ്മൾ പറയുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, ഉഴവര്, ചാൻഡോര്, അതുപോലെ പിന്നെ ഈ പരവതർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജനസമൂഹങ്ങളെ പറ്റി അന്ന് പറയുന്നുണ്ട്. ആ ജനസമൂഹങ്ങളൊന്നും പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നില്ല. ആ ജനസമൂഹങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് വേറെ ജാതീയ പേരുകളിൽ പിന്നീട് അറിയപ്പെട്ടത്. എന്ന് പറഞ്ഞതുപോലെ അന്നറിയപ്പെട്ട ഈ വൈദിക വൃത്തി നടത്തുന്ന ഒരു ജനസമൂഹത്തെയാണ് അന്തണർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ബ്രാഹ്മണരുമായിട്ട് ഈ പറഞ്ഞ പിൽക്കാലത്ത് വന്നിട്ടുള്ള വൈദിക ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ പാരമ്പര്യമുള്ള ബ്രാഹ്മണരുമായി ഒരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കരുതാനാവില്ല. അതാണ് അതിനകത്തെ ഒരു ഫാക്ട്. അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. ഈ കഥയില്, ഈ പറയുന്ന കഥയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വന്നിറങ്ങിയ മാലിങ്കര എന്ന് പറയുന്ന പ്രദേശം ഈ 1st സെഞ്ചുറിയിൽ ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1341 പ്രളയത്തിലാണ് ശരിക്കും ഈ മാലിങ്കര എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ മണ്ണ് വന്നടിഞ്ഞിട്ട് അവിടെ പൊങ്ങിയത്. അതിലാണ് പഴയ മുസിറിസ് നഗരത്തിന്റെ പല ഭാഗവും മണ്ണിനടിയിലായി പോയത്. മാലിങ്കരെ സംബന്ധിച്ച്, മാലിങ്കര ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ പ്രദേശത്തെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു പിന്നെ നദി മണ്ണ് നിക്ഷേപിച്ചിട്ട് വളരെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു ഭൂമിയാണ് മാലിങ്കര എന്ന് പറയുന്നത്. മാലിങ്കരയിൽ ഒരിക്കലും ആരോപിക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു, ഈ കുരിശിനെ സംബന്ധിച്ചുള്ള അത്, പിന്നെ 7 പള്ളികളെ സംബന്ധിച്ചുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കഥകളെയൊക്കെ വെച്ചിട്ട് തോമസ് വന്നില്ല എന്ന് നമുക്ക് സ്ഥാപിക്കാനായിട്ട് ഒരു എവിഡൻസും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം അദ്ദേഹം ഇവിടെ വന്നിരിക്കാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പാർത്തീനിയയിലാണ് വന്നത്, ഗൊണ്ടഫറസിന്റെ അടുത്താണ് വന്നത്. ഈ പാർത്തീനിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ അഫ്ഗാൻ എന്ന് പറയുമെങ്കിലും അന്നത്തെ പഴയ ഇന്ത്യയുടെ കിഴക്കേറ്റമാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് വന്ന ഫസ്റ്റ് സ്ഥലം അതാണ്. ഇന്ത്യ നമ്മൾ കണക്കാക്കുന്ന സസാനിയൻ കിങ്ഡം കഴിഞ്ഞാൽ, പേർഷ്യ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ പാർത്തീനിയാണ്. അവിടെ പിന്നെ നമ്മുടെ ഇന്നത്തെ കറാച്ചിക്ക് സമീപത്തായിട്ട് എന്താ പറയാ, ദേവൽന അങ്ങനെ മറ്റോ പറയുന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ നിന്ന് നിരവധി കപ്പലുകളിൽ ഈ ശ്രേഷ്ഠികൾ, അതായത് ചെട്ടികൾ എന്ന് പറയുന്ന സിന്ധു മേഖലയിലാണ് ചെട്ടികളുടെ പിന്നെ പൂർവ്വസ്ഥാനം. അവിടെ നിന്ന് ചെട്ടികളുടെ കപ്പലുകൾ നേരെ ബാറൂച്ചിലേക്കും, ബാറൂച്ചിൽ നിന്ന് കല്യാണിലേക്കും, കല്യാണിൽ നിന്ന് പിന്നെ നിട്ര അതായത് മംഗലാപുരത്തേക്കും, അവിടെ നിന്നിട്ട് തിണ്ടീസ് അതായത് നമ്മുടെ കൊയിലാണ്ടിയിലേക്കും, അവിടെ നിന്ന് മുസിറസിലേക്കും വരുന്നുണ്ട്. നിരവധി ഇങ്ങനെ പിന്നെ സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഈ ഗൊണ്ടാഫറസിന്റെ പിന്നെ ഈ പറഞ്ഞ രാജ്യത്ത് സെയിന്റ് തോമസ് എത്തിയിട്ടുണ്ടെങ്കിൽ സെയിന്റ് തോമസിന് വളരെ ഈസി ആയിട്ട് കേരളത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തോമസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ദർശനം ഇന്ത്യയിൽ മൊത്തം പ്രചരിപ്പിക്കുക എന്നുള്ള ദൗത്യമാണെങ്കിൽ അദ്ദേഹം മിക്കവാറും സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിന് തെളിവില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ തെളിവായിട്ട് ഉയർത്തി കാണിച്ച് പിന്നീട് ഉണ്ടാക്കി വന്ന കഥകളൊക്കെയും പിൽക്കാലത്ത് പലപ്പോഴായിട്ട് വന്നിട്ടുള്ള മാർത്തോമാരുണ്ട് കേരളത്തില്. അതില് ക്നായത്തോമാനുണ്ട്. പിന്നെ ഇപ്പൊ മുമ്പ് പറഞ്ഞ മാർ അമ്മാൻ എന്ന് പറയുന്ന ഒരു മാർത്തോമയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു പിന്നെ സിറിയയിൽ നിന്ന്, കിഴക്കൻ സിറിയയിൽ നിന്ന് വന്ന ഒരു മാർ തോമ എന്ന് പറയുന്ന ഒരു മെത്രാനുണ്ട്.
അപ്പൊ ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ ഇതുമായിട്ട് കൂട്ടിയിണക്കിയിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. കാരണം അന്ന് അക്കാലത്ത് ചരിത്രം കൃത്യമായി രചിക്കുന്ന ഒരു രീതിയിൽ വാമൊഴിയായി നിൽക്കുന്നതിൽ വരുന്ന പല ആൾക്കാരെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നു. പലരുടെ വായകളിലൂടെ ഈ കഥ വാമൊഴിയായിട്ട് സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് ചേരാവുന്ന അതിശയോക്തികളെല്ലാം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു, അതുപോലെ തന്നെ തോമസ് ലീഹയെ പിന്നെ ഒരു എംബ്രാന്തിരിയാണ് കുന്നത്തിന് കുത്തി എന്ന് പറയുന്ന ഒരു ഇത് പറഞ്ഞ് വായിച്ചു കേട്ടിട്ടുണ്ട് ഈ മൈലാപ്പൂർ വെച്ച്. പക്ഷെ എംബ്രാന്തിരി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം തുളു ബ്രാഹ്മണരാണ്. അവര് ഇവിടുന്ന് സഞ്ചരിച്ച് മൈലാപ്പൂർ അന്ന് ഇവര് പോകണമെങ്കിൽ യാതൊരു സാധ്യതയില്ല. കാരണം അവിടെ ഈ ഒരു ജനവിഭാഗം ഇല്ല മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ഇത്തരം കഥകളിൽ വന്ന പാകപ്പിഴകൾ കൊണ്ട് മാത്രം അതിനെ എടുത്തു കൂട്ടി കാണിച്ചിട്ട് തോമസ് ലീഹ വന്നില്ല എന്ന് നമുക്ക് സമർത്ഥിക്കാനാവില്ല. മറിച്ച് വന്നിരിക്കാനുള്ള സാധ്യതകളുണ്ട്, പക്ഷെ അതിന് എവിഡൻസ് ഇല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇതിനകത്തെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞത് ഞാൻ ഇനി പറയാലോ അല്ലേ? ഹലോ, തുടരട്ടെ ഞാൻ. അതാണ് ഒരു. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനിപ്പോ ഇവിടെ പറഞ്ഞതില് മുമ്പ് പറഞ്ഞ മനിക്കിൻ ഇതിനെ പറ്റിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മാണി മതം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് റിലീജിയൻ പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് ലയിച്ചതായിരിക്കാം എന്ന് ഒരു വാദവും പറഞ്ഞു. പക്ഷെ അങ്ങനെ ആവാനായിട്ടുള്ള ഒരു സാധ്യതയിൽ കൂടുതലും ഞാൻ കാണുന്നത് ഈ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്ന ഒന്ന്, അതായത് നമ്മളിപ്പോ പിൽക്കാലത്ത് പിന്നെ ഈ തൃത്വത്തെ അംഗീകരിച്ച അല്ലെങ്കിൽ കോമൺ ആയിട്ട് പിന്നെ നമ്മുടെ അതായത് പാട്രിയാർക്കുകളുടെ പിന്നെ സുന്നതോസിനും ഒക്കെ ശേഷം കൃത്യമായി ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് അംഗീകരിക്കപ്പെട്ട ഒരു മതസംവിധാനം പിൽക്കാലത്താണ് വരുന്നത്. അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ദർശനം തന്നെയാണ്. ക്രിസ്തുവിനെ ബേസ് ചെയ്തിട്ടാണ് മാനിയുടെ പ്രബോധനങ്ങളിൽ ക്രിസ്തുവിനെയാണ് ബേസ് ആയിട്ട് കാണുന്നത്. ക്രിസ്തുവിന്റെ പുനരവതാരമെന്നും ക്രിസ്തുവിന്റെ മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ കുരിശിലേറിയുള്ള മരണത്തിന്റെ പൂർത്തീകരണം തന്നിലൂടെയാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്തീയ വിശ്വാസം തന്നെയാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യകാലത്തെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്ന മാനിക്കീസത്തിന്റെ വക്താക്കളും അതിന് വന്നത് ഈ മാനിക്കീസം ലോകം മുഴുവൻ തകരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇവരെല്ലാം എക്സിക്യൂട്ടീവ് ഇവരുടെ മാനിയെയും അതുപോലെ തന്നെ ശിഷ്യന്മാരെ എല്ലാം കൊന്നൊടുക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും. അതോടുകൂടി ഇതിൽ ഇല്ലാതാകുന്നുണ്ട്. ആ ഇല്ലാതാകുമ്പോൾ ഈ ജനവിഭാഗം അടുത്ത പുതിയതായിട്ട് വരുന്ന ഒരു പിന്നെ കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. നെസ്തോറിയന്മാരൊരു 4-ാം നൂറ്റാണ്ടിന് ശേഷം നെസ്തോറിയന്മാർ വരുന്നുണ്ട്. നെസ്തോറിയൂസിന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത് പ്രചരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബസ്രയിൽ നിന്നും ഒക്കെ ഇവിടേക്ക് ഉണ്ടായിരുന്ന പിന്നെ കപ്പൽ വ്യൂഹങ്ങളുണ്ട് ഈ വ്യാപാരത്തിനായിട്ട് വന്നിരുന്നത്. അങ്ങനെ മിഷണറിമാരാണ് ഇവിടേക്ക് വന്നിരുന്നത്. ഈ ഇപ്പൊ പറഞ്ഞ 9-ാം നൂറ്റാണ്ടിൽ വന്ന ഈ മാർസപ്പറും ഈശോയും അതുപോലെ തന്നെ മാർസപ്പറും മാറഫ്രോത്തും ഒക്കെ തന്നെ ഈ നെസ്തോറിയൻ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അപ്പം ഈ പറഞ്ഞ കുരിശ്, ഈ മാനിക്കയൻ കുരിശ് എന്ന് പറഞ്ഞ അതിൽ ഒരു കുരിശ്, ഇപ്പം കോട്ടയത്തെ പള്ളിയിൽ വലിയ പള്ളിയിൽ ഇരിക്കുന്ന 2 കുരിശുകളുണ്ട്. ഈ 2 കുരിശുകളിൽ ഒരു കുരിശ് ഇടതുവശത്തിരിക്കുന്ന കുരിശിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഈ പിന്നെ പ്രാവിന്റെ ചിഹ്നമില്ല. അത് പറയുന്നത് 3-ാം നൂറ്റാണ്ടെന്നാണെന്ന് പറയുന്നത്. അതേസമയം റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കുരിശ് 9-ാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. 9-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആണെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതിനകത്താണ് ഈ പിന്നെ ഇത് വരുന്നത്, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രാവിന്റെ രൂപം വരുന്നത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വലിയ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കുരിശാണ്. അതിന്റെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ കാലഘട്ടത്തിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. അതിന്റെ കല്ലിന്റെ ഈ 2 കുരിശുകളും ശരിക്കും സൗത്ത് ഇന്ത്യ തന്നെ ഉണ്ടാക്കിയത്. ഇത് തമിഴ്നാട്ടിലെ അരിക്കമേടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു മേഖലയിലാണ് കല്ല് കൊത്തിയെടുക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് എങ്ങനെയോ കൊടുങ്ങല്ലൂർ വരികയും ഇത് മാറഫ്രോത്തിന്റെ കൈവശമായിരുന്നു 2 കുരിശുകൾ വരുന്നെന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ മാറഫ്രോത്തിനായിരുന്നു അവിടുത്തെ പിന്നെ മേൽസ്ഥാനം. മാറഫ്രോത്തിന്റെ കയ്യിൽ നിന്നാണ് ഇത് ഇവർക്ക് ജ്ഞാനാക്കാരുടെ കയ്യിൽ ഇത് വന്നുവിടുക. അവരാണ് പിന്നെ കോട്ടയത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേപോലെ തന്നെയുള്ള 3-4 കുരിശുകൾ ഇപ്പൊ മുട്ടിയറ പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ 3-4 പള്ളികളിലും കൂടെ ഇതേപോലെയുള്ള കുരിശുകൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയും കാണുന്നുണ്ട്. നമ്മുടെ പിന്നെ സെയിന്റ് തോമസ് മൗണ്ടില് ഈ കോട്ടയത്തിരിക്കുന്ന പഴയ കുരിശിന് സമാനമായിട്ടുള്ള അവിടെയും കാണുന്നുണ്ട്. അതിനകത്ത് ഈ താമരയുടെ അതിന്റെ പാദം താമര ഇതാണ് എന്നുള്ളത് കൊണ്ട് ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മനിക്കേയന്മാരുടേതാണെന്ന് പറയുന്നുണ്ട്, ബുദ്ധ അതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ശരി, ഇതിനകത്ത് ഈ സസാനിയൻ കിങ്ഡത്തിലെ പിന്നെ ഒരു ഭാഷയായിട്ടുള്ള ഈ പാലവി ലിപിയാണ് കാണുന്നത്. ആ പാലവി ലിപി പെർഷ്യൻ ലിപിയാണ്. പഴയ സസാനിയൻ കിങ്ഡത്തിലെ ഈ ലിപി ഇവര് 2 കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നെസ്തോറിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ
ഈ മനിക്കിയന്മാരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഈ ഭാഷ. അപ്പോ അതുകൊണ്ടാണ് രണ്ടാമത്തെ കുരിശിൽ ഈ ഭാഷ വരുന്നുണ്ട്. കൂടാണ്ട് എസ്ത്രങ്ങേലി സിറിയക്ക് എന്ന് പറയുന്ന ഒരു സുറിയാനി ലിപിയും രണ്ടാമത്തെ കുരിശി വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കുരിശില് ഈ രണ്ട് ഭാഷയും വരുന്നുണ്ട്. ഇവരുടെ സുറിയാനി ഭാഷയും ഇസ്ത്രങ്ങേലിക് സുറിയാനി എന്ന് പറയുന്ന ഭാഷയിലുള്ള ഒരു വരിയും വരുന്നുണ്ട്, മറ്റേ ഭാഷയും വരുന്നുണ്ട്. ഇത് രണ്ടും വായിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്നല്ല. ഇത് വായിച്ചത് ഡോക്ടർ ബർമൽ വായിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ബർമൽ വായിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് വിങ്ക്വർത്ത് വായിച്ചിട്ടുണ്ട്, പിന്നെ പലരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വായിച്ചതില് ഈ പലരും ഇതിന്റെ ആശയം പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് വായിച്ചിട്ട് നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നത് ആരുടേതാണെന്നൊന്നും കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നില്ല. പിന്നെ ഒരെണ്ണത്തിനകത്ത് ചഹർബാത്തിന്റെ പുത്രനായ അഫ്രാത്തിൽ നീ കനിയണമേ എന്നുള്ള ഒരു ഭാഗം വരുന്നതുകൊണ്ട് മാർ അഫ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹമാണ് ഇതിനെ ഇത് കുത്തി ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ അതിനകത്ത് ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അക്ഷരം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരം ശരിക്കും വായിച്ച് പരിചയമില്ലാത്ത ഏതോ ആൾക്കാരാണ് ഇത് കൊത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ കൊത്തിയതായിരിക്കണം. കാരണം ഇത് മാതൃക വരച്ചു കൊടുത്തിട്ട് എഴുതി കാണിച്ചു കൊടുത്തിട്ട് ആ അക്ഷരം അറിയാൻ മേലാത്ത ഒരാള് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അയാൾ അത് നോക്കി കൊത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ വന്ന ഒരു പിഴവാണതെന്ന് ഉള്ള നിലയിലുള്ള ഇതും കൂടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ കാലാകാലങ്ങളിലുള്ള മാറ്റം. ഇപ്പൊ നമ്മുടെ പോർച്ചുഗീസുകാർ വന്നിട്ട് വന്ന ഈ കത്തോലിക്ക മാർപ്പാപ്പയുടെ കീഴിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നതും അതിനുശേഷം അന്ത്യോക്യയിൽ നിന്ന് എന്താ പറയാ അബ്ദുൽ ജലീൽ ബാവ വരുമ്പോഴത്തേനും ഉണ്ടായിരുന്ന പുത്തങ്കൂർ ആ ഒരു ഇത്, അതായത് പിന്നെ ഈ ഉദയംപേരൂർ സുന്നകദോസിന് ശേഷം 50 വർഷത്തിന് ശേഷം വരുന്ന കൂനംകുരിശ് സത്യത്തെ തുടർന്ന് വരുന്ന പുത്തങ്കൂർ പിരിഞ്ഞു പോകുന്നുണ്ടായ മാറ്റം, ഇങ്ങനെ പല അങ്ങനെ തുടങ്ങി. ഇപ്പൊ മാർത്തോമാ സഭയുടെ മാറ്റവും അതിനുശേഷം യാക്കോബായ ഓർത്തഡോക്സ് മാറ്റം, പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ തന്നെ മറ്റു ഈ ഇവാഞ്ചലിക്കൽ സഭകൾ വരുന്നതിലുള്ള മാറ്റം, ഇങ്ങനെ ഈ തിയോളജിയിൽ വരുന്ന മാറ്റവും ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിച്ചിരുന്നത് പോലെ തന്നെ ഈ ആദിമകാലത്ത് ഈ ഉണ്ടായിരുന്ന ഈ മനിക്കേയൻ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പരിവർത്തനമായിരിക്കാം ഈ നെസ്തോറിയൻ ഇതിലേക്ക് വരുന്നത്. ആ നെസ്തോറിയൻ ഇതിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഇതിലേക്ക് വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതിൽ നിന്നുള്ള എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇതൊരു നിരന്തരമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സ്വത്വത്തിലേക്ക് ഇത് വരുന്ന ഒരു വ്യവസ്ഥാപിത മതരൂപത്തിലേക്ക് ഇത് പതിയെ വ്യാപരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതിനകത്ത് നസ്രാണി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സ്വത്വം നിലനിൽക്കുന്നുണ്ട്. ഈ സാംസ്കാരിക സ്വത്വത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ അഭിപ്രായപ്പെട്ട ഈ ഹൈന്ദവ തുല്യമായ അല്ലെങ്കിൽ ഹൈന്ദവരുടെ എന്ന് പറയുന്ന വാക്കിനേക്കാളും കുറെ കൂടെ ശരി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ മറ്റിതര സമൂഹങ്ങളുണ്ട്, ഗോത്ര സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളെ പോലെ തന്നെയുള്ള ഒരു വിശ്വാസം പുലർത്തിയിരുന്ന ഒരു പ്രത്യേക ഗോത്ര സമൂഹമായിരുന്നു. ഇവിടെ ഓരോ ഗോത്ര സമൂഹങ്ങൾക്കും ഓരോ തരം വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ ദേവനും ദേവതാ സങ്കല്പം ഉണ്ടായിരുന്നു. അതുപോലെ നസ്രാണികൾക്കുണ്ടായിരുന്ന വിശ്വാസ സംഹിത എന്ന് പറയുന്ന ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിവിധ ജനസമൂഹങ്ങൾക്ക് എന്തൊക്കെ സാംസ്കാരികതയുണ്ടോ, പൊതുവായിട്ട് എന്തൊക്കെ സാംസ്കാരിക മൂല്യങ്ങളും സാംസ്കാരിക രീതികളും ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ നസ്രാണികൾക്കുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ വരുന്ന കാലഘട്ടം വരെയും വേഷഭൂഷാദികളിലും പിന്നെ ജീവിത രീതികളിലുമെല്ലാം മറ്റിതര സമൂഹങ്ങൾ, അവരെ ഹിന്ദുക്കൾ എന്നല്ല പറയണ്ടേ. അപ്പൊ ഇത് സെമറ്റിക് ഇതര എന്നുള്ള വാക്കുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതാക്കുന്നത്. സെമറ്റിക് മതങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, ഇപ്പൊ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും കൃത്യമായ ഒരു മത നിബന്ധനയും ഒരു എന്താ പറയാ ഒരു പ്രവാചകന്മാരും ഒരു മതഗ്രന്ഥവും കൃത്യമായിട്ടുള്ള ജീവിത നിഷ്ഠകളും ദേവാലയത്തിൽ നിന്നുള്ള ശിക്ഷണവും നിലനിന്നിരുന്നു. ഇതരർക്ക് അത് ഉണ്ടായിരുന്നില്ല. അവർ കുറെ കൂടെ സ്വതന്ത്രരായിട്ടുള്ള ഗോത്രാചാരങ്ങളിൽ മുഴുകി കഴിഞ്ഞവരാണ് മറ്റ് ജനസമൂഹങ്ങൾ. അവര് വൈദിക ബ്രാഹ്മണർ വന്നിട്ട് വൈദിക മതമാണ് ശരിക്കും നമ്മൾ ഈ ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് വൈദിക മതമാണ്. ആ വൈദിക മതം ഇവരുടെ മേളിൽ സ്വാധീനം ഉണ്ടാക്കുകയും കുറേശ്ശെ ഇതിലേക്ക് വരികയും പിന്നെ ഭക്തിപ്രസ്ഥാനം വരികയും അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിൽ ഇപ്പൊ ശങ്കരാചാര്യർ വന്നു. അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന പിന്നെ റിഫോർമേഷൻ ഉണ്ടല്ലോ, നവോത്ഥാനം, ഈ നാരായണ ഗുരു അതുപോലെയുള്ള ആ റിഫോർമേഷനൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞ ഹിന്ദു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ആ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 1940 ശരിക്കും ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോൾ കൊച്ചി രാജാവ് പറഞ്ഞു ഇവരെയൊക്കെ ക്ഷേത്രത്തിൽ കടത്തി കഴിഞ്ഞാൽ നാളെ ഇവരൊക്കെ ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഹിന്ദു ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ വൈകി ഉണ്ടായ ഒരു ഐഡന്റിറ്റിയാണ്, സ്വത്വമാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഒക്കെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്
ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആചാരങ്ങളെല്ലാം കോമൺ ആയിട്ട് ഇവിടുത്തെ കേരളീയ സമൂഹത്തിനുണ്ടായിരുന്ന കോമൺ ആയിട്ടുള്ള ആചാരങ്ങളെല്ലാം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നു. അത് മാറിയത് ഈ ഓരോ കാലഘട്ടത്തിലും വരുന്ന സ്വാധീനത്തിലാണ്. ഇപ്പൊ സുറിയാനി ക്രിസ്ത്യാനികൾ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഈ നെസോറിയൻ ക്രിസ്ത്യാനികളുടെ ഒരു ഇടപെടലുകൾ കൊണ്ടാണ് ആദ്യമായിട്ട് സുറിയാനി എന്നുള്ള ഒരു ഐഡന്റിറ്റി വരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നത് ഈ നെസ്തോറിയൻ ബിഷപ്പുമാരെ സംബന്ധിച്ചും അവര് വന്നിട്ട് ഇവിടെ ഈ ജനസമൂഹത്തിൽ കാര്യമായി അവരുടെ സാംസ്കാരികതയിലൊന്നും അടിച്ചേൽപ്പിച്ചില്ല എന്നാണ് കരുതേണ്ടത്. കാരണം വെച്ചാൽ നെസ്തോറിയന്മാരുടെ ചില ഈ അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. ഈ എന്താ പറയാ, ഈ തിയോട്ടോക്കോസ് എന്നൊക്കെ പറഞ്ഞ അതുപോലെയുള്ള എന്താ പറയാ മറിയത്തിലുള്ള വിശ്വാസത്തിന്റെ അതിനകത്തൊക്കെയുള്ള വ്യതിയാനം നിലനിർത്തുമ്പോഴും ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇവിടെ യാക്കോബായ വിശ്വാസവും അതുപോലെ ഓർത്തഡോക്സിറ്റി ഒക്കെ വരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സെയിന്റ് മേരിയിലുള്ള വിശ്വാസം, അതായത് കന്യാമറിയത്തിലുള്ള വിശ്വാസം അതിനു മുമ്പും നിലനിൽക്കുന്നുണ്ട്, ഒരു തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇവരുടെ ഇടപെടലുകൾ ഈ നെസ്തോറിയൻ ഈസ്റ്റ് സിറിയൻ ബാബിലോണിയൻ മത നേതൃത്വത്തിന്റെ കേരളത്തിലെ നസ്രാണികളുടെ മേലുള്ള ഒരു ഇടപെടലുകൾ ഒരു അപ്പൊ അത്രത്തോളം ഞാൻ തീർക്കാണ്. അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തു പോന്നിട്ടുള്ള വലിയൊരു സമൂഹം ഇതിനകത്തുണ്ട്. നസ്രാണി സ്വത്ത് എന്ന് പറയുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വിവിധ ജനസമൂഹങ്ങൾ ഉണ്ട്. അതിനകത്ത് തന്നെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ഇതിനകത്ത് നമ്പൂതിരി സമുദായത്തിൽ നിന്നും തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അത് ഈ ആദ്യം പറഞ്ഞ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് ഈ ഞാൻ പറയുന്നത് ഈ കല്ലമ്പള്ളിയില്ല, ഉദാഹരണം ഞാൻ കിടങ്ങൂര് കല്ലമ്പള്ളി ഇല്ലത്തെ ഒരു പുരുഷനും അവരുടെ അടുത്തുള്ള വേറൊരു ഇല്ലത്തെ ഒരു സ്ത്രീയും ചെറുപ്പങ്ങ പള്ളിയിൽ പോയിട്ട് ക്രിസ്ത്യാനിയായിട്ടുണ്ട്. അത് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ വീട്ടിലെ രണ്ടാമത് വരുന്ന മുതിർന്ന ആള് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേളിയില്ല. അത് വെച്ചാൽ ബ്രാഹ്മണ സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ അവര് ഈ സ്ത്രീയുമായിട്ട് നമുക്ക് ഇവിടെ സബ്ജക്റ്റിലോട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ചുരുക്കം രാജീവ് പറഞ്ഞ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട് അത് വളരെ പ്രയാസമാണ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പക്ഷെ എന്റെ ടേക്ക് അവേ ഞാൻ പറയട്ടെ. അതായത് ഫസ്റ്റ് തിങ് വാട്ട് ഹി ക്വസ്റ്റ്യൻസ് ഈസ് his question is, can we always go by documented history? Can we see oral history, those days in ancient days when things never used to get right on, whatever you say don't get right on, because that was not the tradition of those days. Many things were based on oral tradition, which was passed on from generation to generation. So based on oral tradition, the stories would have changed. So that doesn't necessarily mean that the oral traditions were wrong. He says that, in absence of a recorded evidence, we can say that St. Thomas didn't come. At the same time, there's nothing to prove that St. Thomas came. That is one point he raised. Second, he talked about Brahmins. He says the priestly class of Brahmins were not in existence in the early period. Number 3, he says St. Thomas, the place where St. Thomas landed, if that is being the place where he came, that place was not in existence in the early days. It came out of a natural calamity hundreds of years later. So obviously there are a lot of holes in the whole story. So he says if you go by the stories would have been evolved much later, but there was a St. Thomas lineage, or there was a St. Thomas belief, or there was a St. Thomas connection from the early days. And then he connects to Manikism. He says probably from Manikism this evolved. And I also remember, if I can add one word, I also recollect that that evidence from the mortal remains of St. Thomas and St. Thomas Mount, when they analyzed, they said it is somewhere in 200 AD. Alle Rajiv, 200 AD alle mortal remains of St. Thomas Mount alle. You're muted. Okay, so that is one part of the story. Then he says there was no organized religion per se as Christianity in those days. It became organized only much later. The identity came much later, but the belief in Mother Mary was there right from the very beginning.
So it would have probably evolved from Manikism. He is also agreeing to Bobby's viewpoint that Christianity in Kerala probably would have evolved from Manikism. Then last point what he's raised was even Hinduism as an organized religion evolved much later, post Bhakti movement and Shankaracharya's discourse and all that. So there's nothing called organized Christian religion in those days, but at the same time, there was nothing called Hindu organized religion in those days. So it's very difficult to define. So he sums it up by saying that the story may be wrong, but probably St. Thomas came, and probably that St. Thomas, maybe Thomas of who came with Manikism. Yeah. Sorry, Bobby, you can answer. I'll come back to you. അല്ല, ഞാനത് പിന്നെ പെട്ടെന്ന് തീർക്കാം. പിന്നെ ഒരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഡോക്യുമെന്ററി ഹിസ്റ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഇല്ല എന്ന് പറഞ്ഞൊരു സമീപനം അത് നിശ്ചയമായിട്ടും വളരെ മോശപ്പെട്ട ഒരു സമീപനം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിന് ഒരു വലിയ നീണ്ട കാലത്ത് ഹിസ്റ്ററിയേ ഇല്ല, വളരെ അന്ധകാലത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ജനതയായി നമ്മൾ സ്വയം കരുതേണ്ടി വരും. അപ്പോൾ ഓറൽ ഹിസ്റ്ററിക്ക് അതിൻ്റെതായ പ്രാധാന്യം നിശ്ചയമായിട്ടുണ്ട്. സെന്റ് തോമസ് വന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ സെന്റ് തോമസ് വന്നു എന്ന് ഉള്ളതും തെറ്റാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. കാരണം വെച്ചാൽ അതിനൊരു പോസിബിലിറ്റി, പല രീതിയിലുള്ള പോസിബിലിറ്റി ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരാനുള്ള പോസിബിലിറ്റി, അതേപോലെ തന്നെ റോമിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു കപ്പലിൽ വരാനുള്ള പോസിബിലിറ്റി, അങ്ങനെ പലതരത്തിലുള്ള പോസിബിലിറ്റികളുണ്ട്. അപ്പൊ ഈ പോസിബിലിറ്റികളെല്ലാം ഈ ചരിത്രത്തിലെ നമ്മൾ ഇപ്പൊ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഇല്ലാത്ത ഈ ചരിത്ര കാലഘട്ടത്തിലെ എല്ലാ പോസിബിലിറ്റീസിനെയും തുറന്നു വെക്കുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് ഞാൻ ആ കാര്യത്തിലൊക്കെ കാണുന്നത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. പിന്നെ ഈ നസ്രാണി സ്വത്വം, ഈ ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പൊതു ക്രിസ്ത്യൻ ഐഡന്റിറ്റി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പല ബ്ലോക്കുകളായിട്ട് നസ്രാണി ഐഡന്റിറ്റി അതിന് പുറത്തുള്ള മറ്റു പല ഐഡന്റിറ്റികളും ചേർന്നുള്ള ഒരു വിഭജിതമായ ഐഡന്റിറ്റിയാണ് ക്രിസ്ത്യൻ ഐഡന്റിറ്റിക്കുള്ളത്. അപ്പൊ ഈ സെന്റ് തോമസ് ട്രഡീഷനിൽ നസ്രാണി സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് നസ്രാണി സാംസ്കാരിക ഐഡന്റിറ്റി. അപ്പൊ അതിനകത്ത് ഈ സെന്റ് തോമസ് ട്രഡീഷനിൽ ഒളിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഈ കാസ്റ്റ് പ്രൈഡിന്റെ എലിമെന്റിനോട് ആണ് എനിക്ക് ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമീപനമുള്ളത്. അത് ക്രിട്ടിക്കലായിട്ട് തന്നെ സമീപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അത്രേ ഞാൻ. Okay, now quickly, Kurian George. Unmute you. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ജീസസ് ക്രൈസ്റ്റും ജീസസിന്റെ ശിഷ്യന്മാരാരും ഈ ട്രിനിറ്റി എന്നൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടില്ല, തൃത്വം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സെന്റ് തോമസ് കേരളത്തിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹവും ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കില്ലായിരുന്നു. പക്ഷേ പോർച്ചുഗീസുകാർ വന്ന സമയത്തും അതിനു മുമ്പുള്ള ക്രിസ്ത്യാനികളും എല്ലാം തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ദൈവത്തിന്റെ ആ സങ്കല്പം തന്നെ വികലമായി പോയത് കൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളെ അല്ല നാം ഈ ആദിമ ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ട്രിനിറ്റിയെ സംബന്ധിച്ചുള്ള, തൃത്വത്തെ സംബന്ധിച്ചുള്ള കോൺസെപ്റ്റ് ബൈബിളിലുള്ളതല്ല. ബൈബിളിന് പുറത്ത് അത് രൂപം കൊണ്ട ഒരു സങ്കല്പമാണ്. ഒരു 4th സെഞ്ചുറിയിലാണ് ഈ ട്രിനിറ്റിയെ പറ്റിയുള്ള സങ്കല്പം രൂപം കൊള്ളുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ I will lose track. The question what Kurian raised was Holy Trinity was not part of the Christian belief in the early days, biblical days, and it evolved much later. So his question is, if St. Thomas had come and that we believed in Holy Trinity at that point of time, then the whole belief system itself is wrong. Is that your question? No, Kurian? Yes, correct. Yeah. So then Bobby answers in his first line. He answers, yes, it evolved much later. Bobby, പറഞ്ഞോ. പിന്നെ ഈ തൃത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറഞ്ഞ ഒരു തിയോളജിക്കലായിട്ടുള്ള കൺസെപ്റ്റിലേക്ക് സഭ എത്തുന്നത് 4th സെഞ്ചുറിയിലാണ്. അപ്പൊ അതിനൊരു പശ്ചാത്തലമായിട്ട് വന്നത് അരിയസ് എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ ഒരു വലിയ തിയോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചു. പിതാവും പുത്രനും, അങ്ങനെ പിതാവും പുത്രനും എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമുള്ളത് പിതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രാധാന്യം പിതാവിനാണ്, യഹോവയ്ക്കാണ് പ്രാധാന്യം. പിതാവ് പുത്രനില്ലാത്ത ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ പുത്രൻ എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ യഹോവയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിയോളജിക്കലായിട്ടുള്ളൊരു സങ്കല്പം അവതരിപ്പിക്കുകയും അത് വലിയൊരു തർക്കത്തിന് ഇടയാക്കുകയും അതിനെ തുടർന്നാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിക്യാ സുന്നഹദോസ് വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ അരിയസിന്റെ
ഈ തിയറി മുഴുവൻ തെറ്റാണെന്ന് പറയുകയും അദ്ദേഹത്തെ നാടുകടത്തിയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ടാകുകയും അങ്ങനെയാണ് ആ ഒരു സുനോദോസിനെ തുടർന്നാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുന്നത്. പിതാവും പുത്രനും അനാദികാലം മുതലേ തുല്യമായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അല്ലാതെ ഒരാൾക്ക് ശേഷം അല്ല ഒരാൾക്ക് മുമ്പല്ല, രണ്ടുപേരും അനാദികാലം മുതലെയുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് എന്നൊരു കാഴ്ചപ്പാട് ശരിക്കും ഒരു ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 3 ദൈവരൂപങ്ങളും 3ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുദൈവ വിശ്വാസമായി മാറും. അതേസമയം തന്നെ ഇത് 3ഉം ഒന്നാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3ന്റെ ഒരേ രീതിയിൽ പിന്നെ അപ്പൊ ആ ഒരു തിയറി രൂപം കൊള്ളുന്നു. അങ്ങനെ ഒരു ദൈവശാസ്ത്ര സങ്കല്പം ബൈബിളിന് പുറത്ത് ഏതാണ്ട് ഒരു 4-ാം നൂറ്റാണ്ടിലാണ് രൂപം കൊള്ളുന്നത്. സെന്റ് തോമസ് വരുന്ന സമയത്ത് സെന്റ് തോമസിന് ട്രിനിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ തൃത്വത്തെ പറ്റിയോ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്തരം സങ്കല്പങ്ങളൊന്നും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെന്റ് തോമസ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ തൃത്വം എന്നൊരു വിശ്വാസം ആദിമ ക്രൈസ്തവരിൽ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു. പോർച്ചുഗീസുകാർ വരുന്നവരെയോ അല്ലെങ്കിൽ സിറിയയിൽ നിന്നൊക്കെ പിന്നീട് വന്നവരായിരിക്കണം ആ വിശ്വാസം കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെന്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്നതിന് ഏറ്റവും ശക്തമായ തെളിവാണ് ഈ തൃത്വം എന്ന വിശ്വാസം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് സൂചിപ്പിക്കുന്നു. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമോ? ഇത് ഞാനത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ. അല്ല, എനിക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേർന്നുള്ളതിന്റെ ഒരു ആൻസറാ. നമ്മുടെ കുര്യൻ ജോർജും നമ്മുടെ ബോബി തോമസും പറഞ്ഞതിന്റെ രണ്ടും കൂടെ ചേർന്നുള്ളതിന്റെയാ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ തൃത്വത്തെ പറ്റി. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. അപ്പം തൃത്വം എന്ന് പറയുന്നത് ആദ്യ പൗലോസ്ലിയുടെ കാലത്തുണ്ട്. 2 കൊരിന്ത്യർ 13-14 എന്നോട്ട് ചെയ്തു. 1. പിന്നെ അതുപോലെ ബോബി തോമസ് പറഞ്ഞു കനായനക്കാർ വന്നത് 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞ അതിന് തെളിവില്ലെന്ന്. AD 325 എഡസായിലെ നമ്മുടെ സപ്പോർ എന്ന് പറഞ്ഞ രാജാവിന്റെ പീഡന കാലത്ത് ഈ കാനായി തോമൻ പല പ്രാവശ്യം അതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ കാനായി തോമന്റെ നേതൃത്വത്തില് എഡായ്ച്ചയിന്ന് AD 325 400 പേരുടെ നേതൃത്വത്തിൽ ഒരു തിരുമേനിയുമായിട്ട് വന്നാണ് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിന് പ്രൂഫുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ ദിവ്യബോധനം എന്ന് പറഞ്ഞൊരു പാഠ്യപദ്ധതിയുണ്ട്. അതിൻ്റെ അകത്ത് വിത്ത് എവിഡൻസ് വിത്ത് പ്രൂഫ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്നില്ല. ഓർത്തഡോക്സ് സഭയില് ദിവ്യബോധനം എന്ന് പറഞ്ഞൊരു പാഠ്യപദ്ധതിയുണ്ട്. അതിൻ്റെ അകത്ത് പോയി നോക്കിയാൽ ഈ പറഞ്ഞതിന്റെ എല്ലാ ആൻസർ ഉണ്ട് വിത്ത് എവിഡൻസ്. നമ്മൾ കൂടുതൽ കാട് കയറി പറയേണ്ട എല്ലാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അല്ല, ഒരു പാഠ്യപദ്ധതി അല്ലല്ലോ നമ്മള് ഹിസ്റ്ററി അല്ല. ഹിസ്റ്ററിയൊക്കെ ആളുകൾ പിൽക്കാലത്ത് എഴുതിയതാണ്. ബൈബിളാണ് നമ്മൾ വിത്ത് റെഫറൻസ്. ഞാനിപ്പം കോരിന്തറിന്റെ പറഞ്ഞില്ലയോ, അതുപോലെ വിത്ത് റെഫറൻസ്. ക്രിസ്ത്യാനിക്ക് ഒരു രാജവംശം ഉണ്ടായിരുന്നു. അതിന്റെ പ്രൂഫ് ആകെയുള്ളത് ഇംഗ്ലണ്ടിൽ മ്യൂസിയത്തില് ഈ രാജാവ് ബ്രിട്ടീഷുകാർ കൊടുത്ത ചെങ്കോലും ഒരു കിരീടവും ഉണ്ട്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉണ്ട്. അതിന്റെ വിത്ത് പ്രൂഫ് ഉണ്ട്. ഞാനിവിടെ ഒന്ന് ഇന്റർചെക്ട് ചെയ്തോട്ടെ. അതായത് നമ്മള് we are more interested in the history of Christianity in Kerala than the belief. Belief is an individual belief. We don't want to question anybody's belief. So നമ്മളെ ബിലീഫ് സിസ്റ്റത്തിലൂടെ കയറണ്ട. Let's talk about let's leave it at that. Let's talk about history. Now coming back to history, ജ്ഞാനായ തോമന്റെ ബോബി തോമസ് ഈ ജ്ഞാനായ തോമൻ ഏത് വർഷമാണ് വന്നെന്നുള്ളത് നമുക്ക് ആ കോപ്പർ പ്ലേറ്റ് അനുസരിച്ച് ഏത് വർഷമാണ് വന്നത്? അല്ല, കോപ്പർ പ്ലേറ്റ് ഇല്ല. 345 AD 345 വന്നു എന്നുള്ളതാണ് ഒരു സങ്കല്പം. അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ ഒരു മിത്തോളജി എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു വിശ്വാസ ട്രഡീഷൻ അങ്ങനെയാണ്. ലൈസൻസ് കൊടുത്തില്ല രാജാവ് ജ്ഞാനായ തോമൻ എന്തോ ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, കോപ്പർ പ്ലേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ഒരു പോർച്ചുഗീസുകാരുടെ കയ്യിൽ ആ കോപ്പർ പ്ലേറ്റ് ഈ ജ്ഞാനായ വിഭാഗക്കാരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള ആ കോപ്പർ പ്ലേറ്റ് ആരും കണ്ടതായിട്ട് ഒന്നും രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് കണ്ടതായിട്ട് പറയുകയോ ചെയ്യുന്നില്ല. അതിപ്പോ എവിടെയാണെന്ന് ചരിത്രത്തിൽ അങ്ങനെ ഒരു കോപ്പർ പ്ലേറ്റ് ഇപ്പൊ നിലനിൽക്കുന്നില്ല. നമ്മുടെ തിരുവല്ലയിൽ മാർത്തോമ സഭയില് കുറച്ച് കോപ്പർ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, കരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റിന്റെ ഒരു ഭാഗമാണ് അവിടെയുള്ളത്. കരിസാപ്പള്ളി 9th സെഞ്ചുറിയിൽ കരിസാപ്പള്ളി പിന്നെ
പള്ളി കൊല്ലത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത സാനുരവി എന്ന് പറയുന്ന രാജാവ് കൊടുത്ത ആ കോപ്പർ പ്ലേറ്റ് ആണ്. അല്ല, വേറെ എനി മോർ ക്വസ്റ്റ്യൻസ്? ആരെങ്കിലും ചോദ്യമുണ്ടോ വേറെ ഏതെങ്കിലും? ജോസഫ് പ്ലാച്ചേരി അൺമ്യൂട്ട് ചെയ്തോ. ഒരു കമന്റ് മാത്രം, ക്വസ്റ്റ്യൻ അല്ല. നമ്മള് സെന്റ് തോമസ് വന്നോ വന്നില്ലയോ എന്നുള്ള ചരിത്രപരമായ അന്വേഷണം നടത്തുമ്പോൾ ഒരു വശത്ത് ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു കൂട്ടം കഥകളും വിശ്വാസങ്ങളും പറഞ്ഞു കേട്ടുള്ള അല്ലെങ്കിൽ ആരൊക്കെയോ എഴുതി പിടിപ്പിച്ച കുറെ കഥകൾ വെച്ചിട്ട് അതിനെ ചരിത്രകാരന്മാർ പോയിട്ട് പറയും അങ്ങനെ നടന്നിട്ടില്ല, ഈ ബ്രാഹ്മണന്റെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ളൂ. അത് മാറ്റി വെച്ചിട്ട് ശരിക്കും ചരിത്രപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ആവശ്യം. ഇപ്പോഴത്തെ കാലത്ത് പറയും സെന്റ് തോമസിന്റെ അസ്ഥിയുടെ കഷ്ണങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന്, ഇൻക്ലൂഡിങ് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഉൾപ്പെടെ. അത് DNA അനാലിസിസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ മണിക്കയൻ കുരിശ് ശരിക്കും ശാസ്ത്രപരമായിട്ട് അതിന്റെ അകത്തുള്ള എലമെന്റ്സ് അനലൈസ് ചെയ്തിട്ട് അത് എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ പഴയ കഥകളെ ഖണ്ഡിക്കുകയോ അതിനോട് കൂടി നിൽക്കുകയോ ചെയ്യേണ്ട കാലം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ചരിത്രപരമായി തുറന്ന മനസ്സോടെ വിശ്വാസമൊക്കെ മാറ്റിവെച്ചിട്ട് ചരിത്രം അന്വേഷിക്കണമെങ്കിൽ തുറന്ന മനസ്സോടെയുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം. അതിന് ഇതുപോലുള്ള ചർച്ചകൾ ഉപകരിക്കും ഞാൻ കണക്കാക്കുന്നു. Yeah, what he says is, he's appreciative of this talk. He says talks like this, we should look in the future and try to ascertain through scientific means of whether he came and the history of Christianity in Kerala through more of a scientific means and more of an open mind than a closed mind. Whatever stories has happened in the past has happened. Now let's look towards how we can discover our past history by keeping an open mind through scientific means, as science is involved. Any other question? ഈ സെന്റ് തോമസ് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മെഡ്രാസിൽ സെന്റ് തോമസ് മൗണ്ട് ഉണ്ടായത്? അത് മെഡ്രാസിൽ വന്നെങ്കിൽ കേരളത്തിലും വരാൻ തീർച്ചയായും ചാൻസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് വന്ന് മദ്രാസിൽ ഭരിച്ചു എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു കഥ. അതാ സെന്റ് തോമസ് മൗണ്ട് എന്ന് പേര് വരണമെങ്കിൽ വലിയൊരു കള്ളം പറയാനായിട്ട് ചാൻസ് ഇല്ല. അവിടെ എന്തോ സെന്റ് തോമസുമായിട്ട് ബന്ധമുണ്ട്. അല്ലേ കാത്തലിക്സ് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കുമോ? അല്ല, സെന്റ് തോമസ് മൗണ്ട് ഉണ്ടാകുന്നത് പിൽക്കാലത്താണല്ലോ. ഈ ഫസ്റ്റ് സെഞ്ചുറിയിൽ പിന്നെ അങ്ങനെ ഒരു സെന്റ് തോമസ് മൗണ്ട് ഉള്ളതായിട്ട് നമുക്ക് രേഖകളില്ല. അതിനുശേഷമാണല്ലോ ഇത് ഉണ്ടാകുന്നത്. പക്ഷെ അത് ഇപ്പൊ സെന്റ് തോമസ് വന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ട് പോസിബിലിറ്റിയും വന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ ഈ സെന്റ് തോമസിനെ സംബന്ധിച്ചുള്ള നറേഷനിലൊക്കെ ഉള്ള തകരാറുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അതിന്റെ പോസിബിലിറ്റി നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല. ബിക്കോസ് പോർച്ചുഗീസ് അവിടെ ഒരു പള്ളി പണിതു അദ്ദേഹത്തിന്റെ ടൂമ്പിന്റെ മേളില്. അത് പിന്നെ ബ്രിട്ടീഷേഴ്സ് ആണ് ബസിലിക്കായിട്ട് മാറ്റിയെന്നാണ് ഞാൻ വായിച്ചത് എവിടെയോ. അതെ, പോർച്ചുഗീസുകാർ അവിടെ ഒരു കുരിശ് കണ്ടെത്തി. സെന്റ് തോമസിന്റെ കുരിശാണെന്ന്. ആ കുരിശിലൂടെ ബ്ലഡ് വരുന്ന ഒരു രീതിയിലേക്ക് ആ വിശ്വാസം ധാരാളം വലിയൊരു വിശ്വാസം അങ്ങനത്തെ ഒരു സെന്റ് തോമസ് സ്മിത്തിനെ കൂടി പോർച്ചുഗീസുകാർ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. So, St. Thomas Mountain already excavation, scientific excavation നടത്തിയല്ലേ? ചെക്ക് ചെയ്തല്ലേ? 200 AD 200 or 300 AD അല്ലേ ബോബി? CNN അത് വന്നതല്ലേ? അതിന്റെ മോട്ടൽ റിമെയിൻസ് ഫസ്റ്റ് സെഞ്ചുറി ഒന്നല്ല, 200 or 300 AD അവിടെയുള്ള മോട്ടൽ റിമെയിൻസ്. അത് സയന്റിഫിക്കലി പോവാണ്. പിന്നെ രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, വേറെ വേൾഡ് വൈഡ് ഹിസ്റ്റോറിയൻസ് ആരും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം ബോബി നമ്മുടെ ആദ്യം historians like Portuguese, when they came, they had a detailed study on this by experts. Britishers came, they had a detailed study on St. Thomas. The Catholics under Pope Benedict, that was a recent worldwide study by the best of historians worldwide. All three had come to a conclusion that it is highly unlikely St. Thomas came to Kerala. They came to a conclusion that St. Thomas came to Parthian King in the Afghanistan side, which is in those days it was part of India. But further down to Kerala, none of the historians across centuries have so far come to a conclusion. So far, Mr. John Bettil, you have raised your hand.
ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ സെന്റ് തോമസിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ മറ്റ് സ്ലീഹന്മാരുണ്ടല്ലോ, അവരൊക്കെ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ബോബിയോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതുപോലെ ഉള്ള മറ്റ് സ്ലീഹന്മാർക്ക് തെളിവുകളോടുകൂടി ഇതേ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ സെന്റ് തോമസിന്റെ ഇതേ കാലഘട്ടത്തിലാണല്ലോ എല്ലാ ശിഷ്യന്മാരും വന്നത്. ഈ രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിൽ ഈ 12 ശിഷ്യന്മാർ പോയുള്ളിടത്ത് നമ്മളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതാണല്ലോ വെസ്റ്റേണേഴ്സ്. അവര് അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റഡി വന്നിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, മുമ്പേ ബ്രാഹ്മിൻസിന്റെ കാര്യം പറഞ്ഞു. ബ്രാഹ്മിൻസിനെ അന്ന് ഇവിടെ ബ്രാഹ്മിൻസിന്റെ ആദ്യ നൂറ്റാണ്ട് ഉണ്ടായോ ഇല്ലയോ, ആര്യൻസ്, അതൊക്കെ വേറൊരു സംശയം. അത് അല്ലാതെ തന്നെ ഈ ബ്രാഹ്മിൻസ് അന്നത്തെ അവരുടെ നമ്പൂതിരിമാരുടെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഇതിനകത്ത് ചേരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചേരേണ്ട കാര്യം സാമ്പത്തികം മാത്രമല്ലല്ലോ, നമ്മൾ വിശ്വാസത്തിലാണല്ലോ ഓരോരുത്തരെ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ എത്രയോ രാജാക്കന്മാര് ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയി, അവർക്കൊന്നും സാമ്പത്തികമായിട്ടല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ വിശ്വാസത്തിലായിരിക്കും അവർ മാറിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കുറെ ആൾക്കാരെ അവരുടെ ഫോളോവേഴ്സ് ആയിട്ട് വരാം. അതാണ് അങ്ങനെ ഈ രണ്ട് പോയിന്റാണ് എനിക്ക് ചോദിക്കാനുള്ളത്. So his first question is, that there were other apostles of Jesus who has gone across the world. What is the evidence? We are only talking about St. Thomas coming to Kerala. What about the other apostles who went across the world? And Westerners are more, more forward-looking, and they are more equipped, better equipped in all this excavations, discovery, and findings or historical findings. What are the findings about the other apostles, historical, based on documents? Second question from Mr. John is, he talks about he's questioning Bobby's argument that the Brahmins in Kerala, if at all there were Brahmins, the Brahmins in Kerala were upper class, and they had all the benefits and the privilege of being an upper class from the kings, and there was no economical reason for them to leave that privileges and go after a new religion. So Mr. John's question is, if people don't go only for economic benefit, they also go for spiritual upliftment or enlightenment. So have you overlooked that? ഞാൻ മനസ്സിലാക്കിയിടത്തോളം യേശുവിന്റെ 12 ശിഷ്യന്മാർക്ക് പിന്നീട് എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്രൂഫുകളും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ബർത്തലോമായി, സെന്റ് തോമസിനെ കൂടാതെ ബർത്തലോമായി എന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. കല്യാൺ പോലത്തെ പല സ്ഥലങ്ങളിൽ എത്തിയിരുന്നു. ഒരു വേറൊരു ട്രഡീഷനും ബർത്തലോമായ ട്രഡീഷനും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു പല ശിഷ്യന്മാരും പല രാജ്യങ്ങളിൽ പോയതിനെ സംബന്ധിച്ചുള്ള ട്രഡീഷൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആദിമ ക്രിസ്തുമത രൂപം കൊള്ളുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ഒറിജിനൽ യെരുശലേമിൽ ഉണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും ഈ പൗലോസ് ഉണ്ടാക്കിയ വിജാതീയ ക്രിസ്തുമതത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്ത ഒരു കാലത്ത് പിന്നീട് അവര് ഒരു അപ്രസക്തമായ ഒരു നിലയിലേക്ക് മാറുകയാണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. യേശുവിന്റെ ബ്രദറായിരുന്ന യാക്കോബ് അവിടെ റോമൻ അധികാരികളുമായിട്ടുള്ള എതിർത്തുകൊണ്ട് അവര് അദ്ദേഹത്തെ കൊല്ലുന്ന ഒരു സംഭവമൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് വ്യക്തത നേടിയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഈ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത്തരം ട്രഡീഷണൽ ആയിട്ടുള്ള കഥകൾ മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. രണ്ടാമത് പറഞ്ഞ് ബ്രാഹ്മണര് മാറിയിട്ടുണ്ടാകാമോ? വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. അങ്ങനെ അത്തരം പോസിബിലിറ്റികൾ നിലനിൽക്കുന്നതാണ്. ബ്രാഹ്മണരിലാരെങ്കിലും ഒക്കെ ചിലപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം. പക്ഷെ ഈ സ്റ്റോറിയിലെ നറേഷൻ ശരിയാകാൻ സാധ്യതയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. So he basically, Bobby says that when it comes to documentary historical evidence for other apostles, the story is more or less the same. There's not much of a story. Not many stories will go through the scrutiny of historical documental evidence. It will not stand that. It's all the same when it comes to the other apostles. Now, coming back to the economic benefit of conversion, he says he's not disputing that. He only addressed one portion of it, but he is not disputing what Mr. John said. There's a spiritual side also. Any other question? Arkelem, endelu ചോദ്യം ഉണ്ടോ? Mr. Joseph Placheril. Can I make another comment? In general, the Western mind, when it comes to Eastern
thought or religion or culture or whatever, they always find a way to make us inferior. They never thought, okay, you are far with us or anything. But when it came to St. Thomas's history, none of the Western historians or none of the Western beliefs says that, no, the St. Thomas didn't go there. Instead of that, when Portuguese came, they started venerating in St. Thomas Mount. When British came, they started making a big basilica there. So they approved this unusual belief that St. Thomas came here. Another thing is, see, the St. Thomas Christians, the Syrian Christians are here in the Malabar coast. And imagine this large body of St. Thomas Christians in Malabar coast is accepting the fact that their apostle died in the East Coast, in the Tamil Nadu coast. That's a very strange phenomenon. If it is an invented story, rather than some sort of tradition, St. Thomas's, his last place should have been somewhere in Kerala, where this large number of Christian body is there. Practically, there is nobody there when the story was, getting wings. So that itself is something to say about it. I'm not saying St. Thomas came here or not, but the fact that St. Thomas is not placed anywhere else in the world, and the story of St. Thomas's remains were taken into Edessa in early Christendom is also another validation of that something happened. Something happened. So as I said before, it is time for us to, go for or go against the stories and legends. It is time for us to do scientific and historical analysis of the facts. Okay, wind up. Any more questions? Can I wind up? Okay, നിങ്ങൾ എല്ലാവരും വളരെ ഇത്രയും എൻഗേജ്ഡ് ആയിട്ട് ഒരു ഓഡിയൻസിനെ കണ്ടതില്ല. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ വന്നതിന് എല്ലാവരെയും ഞാൻ CBM ഹൗസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. I thank George Jacob, if you can unmute George, who helping the backend. George Jacob. Thank you so much, Matthew. Just say hi, lift your hand. Hello. Yeah. Thank you so much, Matthew. And Shifa, who did a fantastic translation. She came in the last minute. Wonderful. So I was getting questions from many of the viewers that, whether it be translated in English, because they were not very well versed. You have done a good work. Congratulations to you also. You have done a good work. Thank you, sir. Thank you. Thank you all. Stay safe. Stay tuned with more updates from CBM House. Thank you. Okay. A record of this will be available tomorrow. Bye. Anybody who wants to share, it will be in our website and YouTube. You can share it with others if you find. And please add your comments further to that. Great job, Dilip. Proud of you. Thank you. Bye-bye. Bye-bye.